സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തതല്ലോ. വളരെ പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമുക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ നമ്മളോടൊപ്പമുണ്ട്. തൻ്റെ അനുഭവങ്ങൾ നമുക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ നോക്കണം. അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കണം. ഞങ്ങൾക്ക് വലിയ ആത്മീക ധൈര്യത്തിന് കാരണമായി തീരണം. കർത്താവെ, സന്നിധിയിലേക്ക് മുറ്റുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യമുണ്ടാകണം. സന്നിധിയിലേക്ക് മുറ്റുവായി സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുതൽ കൽപ്പിച്ചാക്കിയിരിക്കൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമുള്ള കർത്താവിൻ്റെ ഒരു ദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ പാസ്റ്റർ ആൻ്റണി മാത്യു കൂത്താട്ടുകുളത്തിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദേവിദാസനെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പാസ്റ്റർ കൂത്താട്ടുകുളത്തു നിന്നും ജോയിൻ ചെയ്തല്ലേ? അതെ, ഞാൻ കൂത്താട്ടുകുളത്താണ്. അതെ, എറണാകുളം അടുത്താണോ? അതെ, എറണാകുളം ജില്ലയാണ്. പക്ഷേ കോട്ടയം ഇടുക്കി ബോർഡർ ആയിട്ട് വരും. ഓക്കെ, ഇടുക്കി കോട്ടയം ഒക്കെ ബോർഡറായിട്ട് വരും. അതെ. ഓ, അത് ശരി. അപ്പൊ ഹൈറേഞ്ചിനോട് അടുത്തായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോ? നമ്മുടെ ഇവിടുന്ന് തൊടുപുഴയ്ക്ക് ഏകദേശം 1/2 മണിക്കൂർ ദൂരം യാത്ര ചെയ്താൽ മതി. ശരി. ആ സ്ഥലങ്ങളൊന്നും എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ മാസ്റ്റർ. ഞാൻ കുറേ നാളായി ഈ കേരളം വിട്ടിങ്ങോട്ട് മാറി നിൽക്കുന്നത് ഒരു കാരണം, അല്ലെങ്കിൽ പിന്നെ സഞ്ചരിക്കേണ്ട പ്രായത്തിലൊക്കെ കേരളം വിട്ടിങ്ങ് പോയിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശ്രദ്ധ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ എവിടെയാണോ? കൂത്താട്ടുകുളത്ത് തന്നെയാണോ? അതെ അതെ അതെ, ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ കൂത്താട്ടുകുളത്ത് തന്നെയാണ്. പഠിച്ചത് കൂത്താട്ടുകുളത്താണ്. ശരി. നമ്മുടെ ആസാദിയിലെ നേരത്തെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുള്ള ഷൈനി സിസ്റ്ററാണ് പാസ്റ്ററെ പരിചയപ്പെടുത്തിയത്. എനിക്കത് AGയുടെ ഒരു മീറ്റിങ്ങിന് പാസ്റ്റർ പോയി അനുഭവങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേൾക്കുവാനിടയായി. വിമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നല്ലേ? അതെ അതെ അതെ. അങ്ങനെയാണ് ആ സിസ്റ്റർ എനിക്ക് പാസ്റ്ററുടെ നമ്പർ എത്തിക്കുവാനിടയായി തീർന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കമായിട്ട് ഇങ്ങനെ പറഞ്ഞെങ്കിലും പരിചയപ്പെടാൻ വേണ്ടി വീട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ നല്ലതാണ്. കുടുംബം, മാതാപിതാക്കൾ, പാസ്റ്ററുടെ കുടുംബം, ഇപ്പം ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇങ്ങനെയൊന്ന് പ്രേക്ഷകർക്ക് അത്യാവശ്യം അറിയേണ്ട പരിചയപ്പെടുത്തലുകളുടെ വാക്കുകൾ പറഞ്ഞാൽ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ദൈവത്തിന്റെ കൃപയോടെ എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 18ാമത്തെ വയസ്സിൽ തന്നെ അഭിഷേകം പ്രാപിച്ചു. ഞാൻ ഇത് എല്ലാം കൊണ്ടും ഒരു 3 മാസത്തിനുള്ളിൽ ഇതെല്ലാം നടന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഈ 3 മാസമായപ്പോഴേക്കും ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരിൽ കൂടി പറഞ്ഞു, നീ എന്റെ വേലയ്ക്കുള്ളവനാ, നീ ഇറങ്ങണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അങ്ങനെ ആക്ച്വലി രക്ഷിക്കപ്പെട്ടതിന് 3ാമത്തെ മാസത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി ഞാൻ കടന്നുപോയതാണ്. കീഴിലും പെനിയൽ ബൈബിൾ സെമിനാരിയിലാണ് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കാൻ വേണ്ടി കടന്നുപോയത്. അന്ന് എന്റെ സഭയിലുണ്ടായിരുന്ന എന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിച്ച ഒരു ദൈവദാസൻ പാസ്റ്റർ പത്രോസ്, അദ്ദേഹമാണ് എന്നെ ദൈവവചനം പഠിക്കാനായിട്ട് അയച്ചത്. അദ്ദേഹമാണ് എന്റെ ബൈബിൾ കോളേജിലെ എല്ലാ ചെലവുകളും നടത്തിയത്. കാരണം ഞാൻ എന്റെ വീട്ടിനകത്ത് ഞാൻ വളരെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിന്റെ നടുവിൽ നിന്നാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒന്നുമില്ലായ്മയുടെ ഒരവസ്ഥ, വളരെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനോ അതുപോലെ തന്നെ
അതിന്റെ ഫീസ് അടയ്ക്കുവാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ദൈവദാസൻ പാസ്റ്റർ പത്രോസ് അദ്ദേഹം അതൊന്നും മാറപ്പെടേണ്ട കാര്യമില്ല, കർത്താവാണ് എല്ലാം കരുതുന്നത്, ദൈവം നടത്താൻ വിശ്വസ്തനാണ്, കർത്താവ് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണെങ്കിലും കർത്താവ് എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാണ് എന്നെ വളരെയധികം അദ്ദേഹം എന്നെ ഉത്സാഹിപ്പിച്ചു. അങ്ങനെ 1998 ജനുവരി മാസത്തില് ഞാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കാൻ വേണ്ടി ഞാൻ കടന്നു പോകുന്നത് കീഴിലും പെനിയൽ ബൈബിൾ സെമിനാരിയിൽ അവിടെ ദൈവവചനം പഠിക്കാൻ വേണ്ടി കടന്നുപോയി. അങ്ങനെ ഏകദേശം അവിടെ 3 വർഷം ദൈവത്തിന്റെ വചനം ഞാൻ പഠിച്ചു. ഞാൻ അവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ന് എൻ്റെ ഒരു അധ്യാപകനായിരുന്ന ഒരു MP മാണി എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം ആ സമയത്ത് കേരളത്തിനടുത്ത് മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം സഭാ ശുശ്രൂഷയിൽ ആയിരുന്നു. എന്റെ 2ാം വർഷം മുതൽ അദ്ദേഹം എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കൈത്താങ്ങാകാൻ സഹായിക്കുവാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമായിട്ട് ഒരു പ്രത്യേക ദൈവിക നിയോഗത്താല് ദൈവം എന്നെ കർണാടകയിൽ ഒരു കുഗ്രാമത്തിനകത്ത് മൈസൂർ അടുത്ത് നഞ്ചൻകോട് സൂറള്ളി എന്ന് പറയുന്ന എലിച്ചിക്കരെ സൂറള്ളി എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ, അത് ഉൾഗ്രാമങ്ങളാണ്, ഹള്ളികളാണ്. അവിടെ ദൈവം എന്നെ അയക്കുകയും അവിടെ വളരെ കഷ്ടതകളുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ പാർക്കുവാൻ പോലും നല്ലൊരു മുറിയോ, ഒറ്റ മുറിയാൻ, വീടെന്ന് പറയാൻ പറ്റില്ല, ഒറ്റ മുറിയാണ്. ആ ഒറ്റ മുറിക്കകത്ത് തന്നെ ഒരു സ്ഥലത്ത് പാവിരിച്ച് പ്രാർത്ഥിക്കും. അതിന്റെ ഒരു വശത്ത് ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ട് അവിടെ അടുക്കളയായിട്ട് കിച്ചനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യമായിരുന്നു കർണാടകയിലെ സുവിശേഷ വേല എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ടോയ്ലറ്റിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ. എന്ന് മാത്രമല്ല, ഞങ്ങൾ കുളിക്കുന്നത് ആ ഡോറിന്റെ വാതിൽക്കൽ നിന്ന് കുളിച്ചിട്ട് അവിടെ മുഴുവൻ കഴുകി വൃത്തിയാക്കി, അകത്ത് നിന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം അവിടെ തന്നെ പാവിരിച്ച് പ്രാർത്ഥിക്കുന്ന, മുഴങ്ങാലി അടക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ കുറെ നാൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾ അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരുന്നതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, മകനെ നിന്റെ സ്വന്തം ദേശത്തേക്ക് നീ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. എനിക്ക് സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കുടുംബ പശ്ചാത്തലം തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൈവവേല വീണ്ടും വണ്ണം ചെയ്യാൻ കഴിയില്ല എന്നെനിക്കൊരു തോന്നൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ തന്നെ നിന്ന് ദൈവവേല ചെയ്യുവാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെയുള്ള പുതിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവിടെ ആത്മാക്കൾ കടന്നു വരുവാനായിട്ട് തുടങ്ങി. അനവധി കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വരാനായി തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരുവാനായിട്ട് അല്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും എന്നോട് നിർബന്ധിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ അവിടെ നിന്ന് ആ ശുശ്രൂഷയും അവിടുത്തെ വേലസ്ഥലവും മറ്റൊരു ദൈവദാസനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ തിരികെ മടങ്ങി വരുവാനിടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നത് കൊണ്ടും മറ്റാരും തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് വരാതിരുന്നത് കൊണ്ടും ഞാൻ ഇവിടെ ഒരു വാടകമുറി എടുത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ദൈവം എന്നെ അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്തത് ഞാൻ എങ്ങനെയാ ശുശ്രൂഷ ചെയ്യേണ്ടത്, ഞാൻ ആരോട് കൂടിയാ ചേർന്ന് നിൽക്കേണ്ടത്, ഏത് രീതിയിലാ ഞാൻ ദൈവവേല ചെയ്യേണ്ടത്, ഇതൊന്നും എനിക്ക് ഒന്നും അറിയില്ല. ദൈവം എന്നെ അയച്ചു, ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഞാൻ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ വേണ്ടി ഞാനൊരു മുറിയെടുത്ത് ഞാൻ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ ഈ ദേശത്ത് ഞാൻ നിന്റെ ശക്തിയോടെ ഉപയോഗിക്കും, പക്ഷേ അതിനു മുമ്പ് ഞാൻ നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകും എന്ന് ദൈവം പറഞ്ഞു. ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് 25 വയസ്സ് പ്രായമുള്ളൂ. മാത്രമല്ല എൻ്റെ വീട്ടിൽ മറ്റാരും തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതും മാത്രമല്ല, എനിക്കങ്ങനെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുവാനുള്ള പക്വതയോ പ്രായമോ ആയിട്ടില്ല എന്നെനിക്ക് തോന്നിയൊരു സമയമായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. മാത്രമല്ല, ഞാൻ ഒരു സഭയുടെയും ഗൗരവത്തിലല്ല എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് ഇപ്പോൾ വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ വീണ്ടും ദൈവത്തിൽ പ്രാർത്ഥിച്ചു. വിട്ടത് എടുത്തിയാടാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കുടുംബജീവിതത്തെ കുറിച്ച് ചില ദൈവാലോചനകൾ ദൈവം വെളിപ്പെടുന്നു. ദൈവം പറഞ്ഞ ആലോചന എങ്ങനെയാണ്, മകനെ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് മരണകരമായ ഒരു നിന്റെ കുടുംബജീവിതം ഒരു ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടായി. മാത്രമല്ല, നീ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഇന്ന ഷേപ്പായിരിക്കും, ഇന്ന സ്വഭാവമായിരിക്കും, ഒറ്റയ്ക്ക് പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. ഇതെല്ലാം സാധാരണ പൊതുവിൽ പലർക്കുമുള്ള അടയാളമായതുകൊണ്ട് ഞാൻ ദൈവത്തോട് കർത്താവ് ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞതാവുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, തനിക്ക് 3 വയസ്സുള്ളപ്പോൾ തന്റെ മാതാവ് മരിച്ചു പോയതായിരിക്കും. ഇത്രയും അടയാളം ദൈവം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. 2005 ഡിസംബർ മാസം 1-ാം തീയതി ദൈവം പറഞ്ഞ എല്ലാ അടയാളങ്ങളോടുകൂടെ ദൈവം വിവാഹ കാര്യം ക്രമീകരിച്ചു. ദൈവം പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഒത്തുവന്നു. കാരണം ഞാൻ ആദ്യം ചോദിച്ചത് എവിടെ വീട്, വൈപ്പി എന്ന് പറയുന്ന ദ്വീപിലാണ്. അപ്പോൾ ദൈവം പറഞ്ഞ ഒരു ദ്വീപുമായി ബന്ധപ്പെട്ടായിരിക്കും നിന്റെ വിവാഹം ചെയ്തത്. വളരെ കറക്റ്റായി. ഞാന് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തത് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മിയുണ്ട്, പപ്പയുണ്ട്, പിന്നെ 2 സഹോദരങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു, ഇതായിരിക്കില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞ 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പോയതായിരിക്കും എന്നാണ്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോഴുള്ളത് സ്വന്തം മമ്മിയല്ല, സ്വന്തം മമ്മി 2-3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയെന്ന്. അപ്പോൾ അതും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഇത് ദൈവഹിതമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ വാക്ക് പറഞ്ഞു, ഞങ്ങൾ ആ വിവാഹം ഉറപ്പിച്ചു. 2005 ഡിസംബർ മാസം 1-ാം തീയതി എന്റെ മാതൃസഭ കൂത്താട്ടുള്ള IPC ആണ്. അവിടെ വെച്ച് അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷയാൽ വളരെ ഭംഗിയായിട്ട് ദൈവത്തിന്റെ ആത്മാവ വിവാഹം നടത്തി തരുവാനിടയായി. എന്റെ തന്നെ ഒരു അധ്യാപകനായിരിക്കുന്ന പിന്നീട് ബൈബിൾ സെമിനാരിൽ പഠിപ്പിച്ചതായ വളരെ പ്രായം ചെന്ന ഒരു അപ്പച്ചനുണ്ട്, ഒരു ദൈവദാസൻ, കീർത്തി മാത്യൂസ്. അദ്ദേഹം ഇപ്പോൾ നിത്യതയിൽ പ്രവേശിച്ചു. അദ്ദേഹമാണ് ഞങ്ങളുടെ വിവാഹം ആശീർവദിക്കുവാനും നടത്തുവാനും വേണ്ടി കടന്നു വന്നത്. അങ്ങനെ വളരെ മനോഹരമായ അനുഗ്രഹീതമായ രീതിയിൽ ആ വിവാഹം നടന്നു. ഞങ്ങളുടെ ചർച്ച വലിയൊരു ഹോളാണ്. ആ ഹോളിൽ നിന്ന് ഞങ്ങൾ കൈ ഓർത്ത് പിടിച്ച് പുറത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം ഒരു ദൂത് പറഞ്ഞു. ഒരു ദൈവദാസൻ ദൈവം പറഞ്ഞ ദൂത് ഇതാണ്, മകനെ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് മരണകരമായ ഒരു ശോധന കടന്നു വരും. അത് നിന്നെ തകർക്കാനല്ല, നിന്റെ ശുശ്രൂഷയുടെ വിശാലതയ്ക്കും അനവധി ആത്മാക്കളുടെ വിടുതലിനും ഞാൻ കാരണമാക്കി മാറ്റുന്നു. കല്യാണം കഴിഞ്ഞ സഭകളൊന്നും പുറത്തിറങ്ങിയില്ല. അതിനു മുമ്പ് ദൈവം പറയുന്ന ദൂത, നിന്റെ കുടുംബജീവിതത്തിനകത്ത് മരണകരമായ ശോധന വരുമെന്നോ. ദൈവത്തിന് വേറൊരു ദൂതും പറയാൻ കിട്ടിയില്ല. ഏതായാലും ദൂതൊക്കെ ഏറ്റെടുത്തു. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതത്തിലേക്ക് പലരും കടന്നു വന്നിട്ടില്ലായിരുന്നു. എന്റെ വൈഫിന്റെ വീട്ടിലും ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. അവിടെയും വിശ്വാസ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വന്ന ഞാനും തന്നെ ഉണ്ടായിരുന്നില്ല. അവരും ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് എന്റെ വൈഫ് ജനിച്ച് വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവര് ആ രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ അവിടെ നിന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വാടകമുറിയിൽ വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, 2-ാമത്തെ ആഴ്ചയായി. ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം ചെയ്തു, ദൈവത്തെ ആരാധിച്ചു. വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ, എന്റെ വൈഫിന്റെ പേര് റോസ്മേരി എന്നാണ് കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 19-ാമത്തെ ദിവസം ഞാൻ വിവാഹത്തിന് മുമ്പ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാറുണ്ടായിരുന്നു. ഞാൻ കാരണം പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാനും ദൈവം ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോകുമായിരുന്നു. 19-ാമത്തെ ദിവസം, വിവാഹം കഴിഞ്ഞ 19-ാമത്തെ ദിവസം എന്റെ വൈഫിന് ചെറിയൊരു തലവേദന അന്നുണ്ടായിരുന്നത് കൊണ്ട് അന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്റെ വൈഫിനെ തനിച്ചാക്കിയിട്ട് ഞാൻ മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും തിരിച്ചു വന്നു. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഞങ്ങൾ താമസിക്കുന്ന മുറിയുടെ വാതിൽക്ക് ഞാൻ മുട്ടുവാൻ തുടങ്ങി. ആക്ച്വലി കല്യാണം കഴിഞ്ഞ ഈ 19 ദിവസമായാലും ഓടി വന്ന് വാതിൽ തുറക്കുന്നതിന്റെ ഭാര്യ അന്ന് വാതിൽ തുറക്കുന്നില്ല. ഞാൻ കുറെ നേരം മുട്ടിക്കൊണ്ടിരുന്നു, വാതിൽ തുറക്കുന്നില്ല. കുറെ കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അകത്ത് എന്തൊക്കെയോ ഉടഞ്ഞു വീഴുന്ന ശബ്ദം, മറിഞ്ഞു വീഴുന്ന ശബ്ദമൊക്കെ അകത്തുനിന്ന് കേൾക്കുന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെ വളരെ അക്ഷമനായിട്ട് ഇങ്ങനെ
വാതിൽക്കൽ മുട്ടി. ഒരു 10-15 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 19 ദിവസമായുള്ളൂ, പെട്ടെന്ന് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ തിരിച്ചെന്നോട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്റെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുക, രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് സംഭവിച്ചത്, അന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്റെ ഭാര്യയുടെ രണ്ട് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. വിവാഹത്തിന് മുമ്പും ഏകദേശം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ വൈഫിന്റെ പിതാവ് പപ്പ ഇവിടെ ഇല്ലായിരുന്നു, ബഹറിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലീവ് കിട്ടാത്തത് കൊണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അതിനിടയിൽ പല സമയങ്ങളിലായിട്ട് ഫോണിൽ വിളിക്കാറുണ്ട്, അപ്പോൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞ് കൃത്യം 19ാമത്തെ ദിവസമായപ്പോഴേക്കും പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുവാനിടയായി. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഈ 19 ദിവസം മുമ്പ്, 19 ദിവസം വിവാഹത്തിന് 1 ദിവസം മുമ്പ് ഈ വിവാഹം ഈ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹം നടക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, 1 മണിക്കൂർ മുമ്പ് കാഴ്ച പോയാൽ മതി, ഈ വിവാഹം നടക്കത്തില്ലായിരുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ് ആയിരുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം തന്നെ, ആ കല്യാണത്തിന്റെ സമയത്ത് ദൈവം പറഞ്ഞ ദൂത എന്നെ ഒത്തിരി ഉറപ്പിച്ചു നിർത്തിയത്, എന്റെ കുടുംബജീവിതത്തിനകത്ത് മരണകരമായ ഒരു ശോധന വരുമെന്നും. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ വിവാഹത്തിന് മുമ്പ് ഡിസംബർ മാസത്തിലാണ് വിവാഹം നടക്കുന്നത്. അതിനും ജനുവരി മാസത്തിൽ കുറെ മാസങ്ങൾക്ക് മുമ്പ് പുനലൂരിൽ നിന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പേര് ധർമ്മക്കൻ എന്നാണ് ദൈവദാസന്റെ പേര്. ആ ദൈവദാസൻ ഒരിക്കൽ എന്നോട് വിവാഹത്തിന് മുമ്പ് കുറെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്ന് പറയുവാണ്, ദൈവദാസനെ, ഈ വർഷം അവസാനം ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നിന്റെ കുടുംബജീവിതത്തിനകത്ത് മരണകരമായൊരു ശോധന വരും. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ചിരിതോ, കാരണം ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ആ ദൈവദാസൻ പറയുമ്പോൾ. മാത്രമല്ല, വിവാഹം ആ സമയത്ത് നടക്കുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ആ ദൈവദാസൻ എന്നോട് പറയുന്നത്, ഈ വർഷത്തിന്റെ അവസാനം നിന്റെ കുടുംബജീവിതത്തിൽ മരണകരമായ ശോധന വരുമെന്ന്. അപ്പോൾ ഈ 2 ദൂതുകൾ ദൈവം വ്യക്തിപരമായിട്ടും ആ ദൈവദാസനിൽ കൂടിയും ആലോചന പറഞ്ഞത് കൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു, ഇത് ദൈവത്തിന്റെ ആലോചന തന്നെയാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസപ്പെട്ടു. എങ്കിലും ഈ ദൂത് കടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തളർന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഏതായാലും അന്ന് രാത്രിയില് അവിടെയുള്ള പല ഹോസ്പിറ്റലുകൾ ഞങ്ങള് മാറി മാറി കയറി ഇറങ്ങി. ഇത് കണ്ണിന്റെ വിഷയമായതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞ കണ്ണിന്റെ വിഷയമാണ്, മറ്റേതെങ്കിലും അസുഖമാണെങ്കിൽ നമ്മൾ നോക്കായിരുന്നു, കണ്ണിന്റെ വിഷയമായിട്ട് ഇവിടെയൊന്നും എടുക്കത്തില്ല, വേറെ ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് എറണാകുളത്ത് കലൂരിലുള്ള ഒരു ഡോക്ടർ അഗസ്റ്റിൻ മാമ്പള്ളി, അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെന്നു. അദ്ദേഹം പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് കണ്ണിനല്ല കംപ്ലൈന്റ്, കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മറ്റെവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്, കണ്ണിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണിനല്ല കംപ്ലൈന്റ്, മറ്റെവിടെയോ ശരീരത്തിൽ ബ്ലോക്കുകൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ എടുക്കത്തില്ല, വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റൽ, അമൃത മെഡിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ സെന്റർ, ലക്ഷ്മൺ, അങ്ങനെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം അന്ന് അവിടെ തങ്ങാനായി അദ്ദേഹം അനുവാദം തന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം ഞങ്ങളെ ലിസ്ഡി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം അയക്കുകയും അദ്ദേഹത്തിന് പരിചയമുള്ള 2 ഡോക്ടേഴ്സ്, ഡോക്ടർ റോണി, ഡോക്ടർ മൂസ, 2 ഡോക്ടേഴ്സ്, അവർക്ക് കൊടുക്കുവാൻ വേണ്ടി 2 ലെറ്റർ ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹം എഴുതി തന്നിട്ട് പറഞ്ഞു, ഈ ഡോക്ടേഴ്സിന്റെ കൈ കൊടുക്കുക, ഞങ്ങൾ വിളിച്ചു പറയണം. അങ്ങനെ അദ്ദേഹത്തിന്റെ റെക്കമെൻഡ് ആ ലെറ്റർ വാങ്ങി ഒരു ഓട്ടോ വിളിച്ച് ലിസ്ഡി ഹോസ്പിറ്റൽ കടന്നിരുന്നു. കോമ്പൗണ്ടിലെത്തി ആദ്യം ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി എന്റെ ഭാര്യയുടെ കയ്യെ പിടിച്ച് ഓട്ടോയിൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഭാര്യ ശരീരം തളർന്നു പോകുന്നത് പോലെ നിലത്തേക്ക് വീണു. പെട്ടെന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരുണ്ടായിരുന്നു, അവര് ഓടി വന്ന് താങ്ങിയെടുത്ത് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ 10 ദിവസം കിടന്നു ദൈവദാസനെ. ആ ദിവസങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിച്ച വലിയ കാര്യങ്ങളാണ്.
അവിടെ വെച്ച് ദൈവം പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവം അനുവദിച്ചിട്ട് ഒരു കഷ്ടത വന്നാൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒന്നാമത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഇതാ: ദൈവം അനുവദിച്ചിട്ട് ഒരു കഷ്ടത വന്നാൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്ത് മൂന്നാമത്തെ ദിവസം ആൻജിയോഗ്രാമിന്റെ ടെസ്റ്റ് എടുത്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ശരീരത്തിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള നിന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിന്നുപോയി, റൈറ്റ് സൈഡ് നിന്നുപോയി, ലെഫ്റ്റ് സൈഡിലേക്കുള്ള നിന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ 95% ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റപ്പെട്ടു. എന്റെ വൈഫിന്റെ രോഗം അവർ വെളിപ്പെടുത്തി ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഹാർട്ടിൽ വെച്ച് ബ്ലഡ് ക്ലോട്ടായി, ശരീരത്തിന്റെ പലയിടങ്ങളിൽ ബ്ലോക്ക് വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞെങ്ങനെയാണ്, അത് സാധാരണ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ല, 1,00,000-ൽ ഒരാൾക്ക് വരുന്ന രീതിയിലാണ് എന്റെ ഭാര്യയ്ക്ക് ഇത് വന്നിരിക്കുന്നത്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറ്റപ്പെട്ടു. അടുത്തത് സഹിക്കാൻ പാടുന്ന കാര്യം, ഡോക്ടേഴ്സ് പറഞ്ഞെങ്ങനെയാണ്, 20 ദിവസത്തിനകം, മാക്സിമം 20 days, 20 ദിവസത്തിനകം മരിച്ചു. കല്യാണം കഴിഞ്ഞ് 19 ദിവസം ആയുള്ളൂ. ആഴ്ച പോയി, ഇപ്പൊ ശരീരം തളർന്ന പോലെ കിടക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുകയാണ് 20 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ തളർന്നുപോയി. കാരണം ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ശുശ്രൂഷയെ കുറിച്ച്, ഒരുമിച്ച് മുന്നേറുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രാർത്ഥിച്ചും സ്വപ്നം കണ്ടും ഒക്കെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 19ാമത്തെ ദിവസം ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 20 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭാരമായിട്ട്. എങ്കിലും കച്ചിത്തുരുമ്പ് പോലെ ആ ഡോക്ടേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം. അവർ പറഞ്ഞു അതിന് 2 ലക്ഷം രൂപ ചെലവായി വരും. അത് പറഞ്ഞപ്പോൾ എന്റെ ഉള്ള പ്രതീക്ഷ ഞാൻ ശ്രമിച്ചു. കാരണം ആ സമയത്ത് 5 പൈസ പോലും കയ്യിലെടുക്കാനില്ല. ഒരു സഭയുടെയും ഗീറോവിലെല്ലാം മുറിയെടുത്ത് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല എന്റെ വീട്ടിലോ എന്റെ വൈഫിന്റെ വീട്ടിലോ അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളോ സാമ്പത്തിക ശേഷികളോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വീടുകളിൽ മറ്റുള്ളവർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ടും ചെറിയ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും മറ്റുള്ളവരോട് ഈ കാര്യം പറയുവാൻ വേണ്ടി എന്റെ മനസ്സ് മടിക്കുവാനിടയില്ല. അങ്ങനെ 8-9 ദിവസം ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, എന്തുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കുന്നില്ല? അറിയിക്കാതിരിക്കാൻ പറ്റില്ല, 20 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി ഏറ്റെടുത്തിട്ട് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും കാര്യങ്ങൾ വിളിച്ചു പറയണം, സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കണം, ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ എന്റെ വീട്ടുകാരും എന്റെ വൈഫിന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവര് പൈസയൊക്കെ ഉണ്ടാക്കി ഓപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ആ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിയുടെ അഭിപ്രായമില്ലാതെ, തീരുമാനമില്ലാതെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഏകദേശം 9 ദിവസമായപ്പോഴും ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുവാണെന്ന് പറഞ്ഞാലും എന്റെ ഭാര്യയോട് അതിന്റെ സീരിയസ്നെസ് അറിയിച്ചിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ, ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ സൗഖ്യമായിട്ട് മടങ്ങിപ്പോകാം എന്ന പ്രതീക്ഷയിൽ എന്റെ ഭാര്യ കിടക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന്റെ സീരിയസ്നെസ് പറയണം, ഓപ്പറേഷന്റെ കാര്യം പറയണം. ആ ഓപ്പറേഷന് അവൾ അനുവാദം തരാതെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യത്തില്ല. അതാണ് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പറയണമെങ്കിൽ എന്റെ വൈഫിനോട് ഈ കാര്യം പറയണം, കാര്യങ്ങളൊക്കെ പറയണം. എന്റെ വൈഫിന്റെ മുഖത്ത് നോക്കി കാര്യം പറയാൻ കഴിയാം. എല്ലാവരും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഒഴിഞ്ഞു മാറിപ്പോയ സമയത്ത് 9ാമത്തെ ദിവസം ഞാൻ മുറിക്കരുത്. എന്റെ ഭാര്യ കാഴ്ചയില്ലാതെ അവിടുന്ന് കട്ടിലേക്ക് കിടക്കുക. ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ ചേർന്നിരുന്നു. എന്റെ കയ്യിൽ ആ സമയത്ത് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ ആ വേദപുസ്തകം ഒരു കൈ പിടിച്ചു, മറുകൈയിൽ എന്റെ ഭാര്യയുടെ കയ്യെ പിടിച്ചു. ഞാൻ വിളിച്ചു, റോസ്മേരി, ഞാൻ ദൈവവചനം വായിക്കാൻ പോവാം, നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. ദൈവാത്മാവിന്റെ ഉള്ളിൽ എനിക്ക് പ്രകാശിപ്പിച്ച വചനങ്ങളാണ് ഞാൻ വായിച്ചു കേൾക്കുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിച്ച ചില വചനങ്ങൾ എങ്ങനെയാണ്: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല.
എന്റെ സമാധാന നിയമം നീങ്ങി പോകത്തുമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്തൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകില്ല, നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലെ ഇട്ടുകൊള്ളും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമായ യഹോവ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈയിൽ ഞാൻ നിന്നെ താങ്ങും. എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത് ചിരിച്ചുകൊണ്ടാ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അന്നേരം ഞാൻ പറഞ്ഞത് ചിരിച്ചുകൊണ്ടൊന്നുമല്ല. ഉമത്തിക്കകത്തേക്ക് ഒരു മനുഷ്യനെ പൂർത്തി കിട്ടാൻ എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിൽ ഉള്ളം നീറിപ്പിടഞ്ഞ്, അത് പുറമേ ഞാൻ കാണിക്കാതെ പുറമേ വിശ്വാസത്തോടെ എന്റെ ഭാര്യയോട് ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കാനായി തുടങ്ങി. അപ്പോ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തിനാ ഇതൊക്കെ വായിച്ചു കേൾപ്പിക്കുന്നത്? കുറച്ച് ദിവസം കഴിയുമ്പോൾ സൗഖ്യമായിട്ട് മടങ്ങി പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വചനം കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു കുറെ വചനം കൂടി ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ വചനം വായിച്ച് കേൾപ്പിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ വചനം പറഞ്ഞ് അവിടെ ഹൃദയത്തിലേക്ക് വചനം കയറി വിശ്വാസം ഉറച്ചിട്ട് വേണം എനിക്ക് കാര്യം അവതരിപ്പിക്കാൻ. അതിനുവേണ്ടി ഞാൻ വചനം പറഞ്ഞു. അങ്ങനെ ഹൃദയത്തിൽ കുറച്ച് വിശ്വാസം ഉണ്ടായി, വചനം കയറി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, റോസ്മേരി, ഡോക്ടേഴ്സിന് ഗ്യാരണ്ടി ഇല്ല. 20 ദിവസമാണ് അവർ ആയുസ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഇത് വേണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയാ ഇത്രയും കാര്യം പറഞ്ഞതെന്ന് ഒരു തരത്തിൽ ഞാനത് പറഞ്ഞൊപ്പിച്ചു. ഒരു വലിയ പൊട്ടിക്കരച്ചിലാണ് ദേവദാസൻ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് വിരോധമായിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്കുകൾ എന്റെ അകത്തെ മനുഷ്യനെ ആത്മാൻ ബലപ്പെടും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്കിതാണ്, ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ഗ്യാരണ്ടിയുള്ള ദൈവമാണ്. ആ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ പ്രതീക്ഷിച്ചത് വലിയൊരു പൊട്ടിക്കരച്ചിലും അലമുറയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്റെ അകത്ത മനുഷ്യന്റെ ആത്മാവിൽ ബലപ്പെട്ടു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, മകനെ, ഓപ്പറേഷൻ നടത്തിയാൽ ശവമായി തിരിച്ചു വരും. അതേസമയം വൈദ്യശാസ്ത്രം പറഞ്ഞത്, ഡോക്ടേഴ്സ് പറഞ്ഞത് എങ്ങനെയാ? ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ 20 ദിവസത്തിനകം മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവം അത് നേരെ ഓപ്പോസിറ്റാണ്. ഓപ്പറേഷൻ നടത്തിയാൽ ശവമായി തിരിച്ചു വരും. ഒന്നുകൂടി പറഞ്ഞാല്, കാണുന്ന ഡോക്ടേഴ്സ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ കാണാത്ത അദൃശ്യനായ ദൈവം പറഞ്ഞു, ഇത് നടത്തരുതെന്ന് പറഞ്ഞു. ഒന്ന് പറയട്ടെ, വിശ്വാസത്തിന് കൂടുതലും സമർപ്പണത്തിന് കൂടുതലും ഒന്നുമല്ല. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ ഒരു കൃപ ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളൊരു തീരുമാനമെടുത്തു ദൈവസന്നദ്ധയില്. ദൈവം എടുത്ത തീരുമാനം, ഓപ്പറേഷൻ വേണ്ട. ദൈവം എന്ത് പറയുന്നു അത് പൂർണ്ണമായിട്ട് അനുസരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞു. ഞങ്ങൾ തീരുമാനം എടുത്തപ്പോൾ പലരും എതിർത്തു കേട്ടോ. ഞങ്ങളുടെ വീട്ടുകാരെ പലരും പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു വിശ്വാസത്തിന്റെ പേരിൽ ഈ ഒരു നിലപാട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റയ്ക്ക് ഒഴിച്ചിട്ടു ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവുമായൊരു ബന്ധം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും ശക്തമായി എതിർത്തിട്ട് ഞങ്ങളെ വിട്ട് കടന്നു പോയവരും ഉപേക്ഷിച്ചവരും. ഏതായാലും പിന്നെ അവിടെ കിടന്നില്ല. പിറ്റേ ദിവസം 10ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. കാരണം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എങ്കിലും കുറച്ച് മരുന്നുകൾ മാത്രം ഞങ്ങളുടെ കയ്യിൽ തന്നു. അവിടെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, എല്ലാവരെയും അറിയിച്ചു. ഇവിടെ കിടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അവർ വീട്ടിലാണെങ്കിൽ സമാധാനത്തോടെ മരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നയിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് അന്ന് ആ സമയത്ത് അവിടെ വെച്ച് ഞങ്ങളെ സഹായിച്ച കുറച്ച് ദൈവദാസന്മാരുണ്ടായിരുന്നു, കുറച്ച് ദൈവമക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്റെ സഭയിലുള്ളവരല്ല, മറ്റ് പലയിടങ്ങളിലും വന്നവരും സഹകരിച്ചവരും കണ്ടവരും പരിചയപ്പെട്ടവരൊക്കെയായിരുന്നു. അവരുടെ ഒരു വാഹനത്തിന് ഞങ്ങളെ കൊണ്ടുവരികയാണ്. ആ വാടക മുറിയിൽ ഒരു 3 നില കെട്ടിടത്തിന് മുകളിലത്തെ ഒരു ചെറിയ മുറിയിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ ആ വാഹനത്തിൽ ഞാൻ ഏറ്റവും പുറകിൽ സീറ്റിൽ ഇരിക്കുന്നു. എന്റെ മടിയിൽ എന്റെ ഭാര്യ തല വെച്ചിങ്ങനെ കിടക്കുക എന്റെ മടിയിൽ. ആ സമയത്ത് ഞങ്ങൾ കൈ കോർത്തു പിടിച്ചു. ആ കോമ്പൗണ്ടിൽ നിന്ന്, ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ദൈവത്തിൽ പറഞ്ഞു, കർത്താവേ, ഇനി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടി ആയിരിക്കില്ല, നീ ഒരു സൗഖ്യം സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ. നിങ്ങൾ അവിടുന്ന് പോലും പറഞ്ഞില്ല പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. എല്ലാവരും ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് താങ്ങിയെടുത്ത് 3-ാം നിലയുടെ മുകളിൽ കൊണ്ടുവന്ന് സിമെന്റ് തറയിൽ വിരിച്ചിട്ട വായിന്മേൽ എന്നെ ബാധിക്കണം. ആ സമയത്ത് കിടക്കാൻ കട്ടിലൂലുമില്ല ഞങ്ങൾക്ക്. അങ്ങനെ അവിടെ വന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സന്ധ്യയായി രാത്രി 10-11 മണിയായപ്പോഴേക്കും വന്നവരെല്ലാം തിരികെ മടങ്ങിപ്പോയി. വിശ്വാസത്തോടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഈ 20 ദിവസം അടുക്കുന്തോറും എന്റെ മനസ്സിനകത്ത് ഭാരം കൂടാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. ആരെങ്കിലും ഇടയ്ക്കൊക്കെ വരും, സഹായിക്കും, പ്രാർത്ഥിക്കും, എന്തെങ്കിലും തരും. തിരിച്ചവര് അവരുടെ വീട്ടുകളിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ 20 ദിവസം അടുക്കുന്നതോടെ എന്റെ മനസ്സിനകത്ത് ഉള്ളിൽ വളരെ ഭാരം കൂടാൻ തുടങ്ങി. കാരണം ഡോക്ടേഴ്സ് ഞങ്ങൾ അവിടെ പറഞ്ഞു വിടുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോടെ ഓരോ ഭാഗം ഡെറ്റായിക്കൊണ്ടിരിക്കും. ചെവി കേൾക്കാതെ വരും, ഓർമ്മ നഷ്ടപ്പെടും, ബുദ്ധി പറഞ്ഞു പോകും. അവര് പറഞ്ഞ സത്യമാണ് താൻ. കാരണം ചില ദിവസങ്ങൾ വിളിക്കാൻ മിണ്ടത്തില്ല, ചെവി കേൾക്കത്തില്ല, ചത്ത പോലെ ചില ദിവസങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 20 ദിവസം അടുക്കുന്നതും എന്റെ മനസ്സിനകത്ത് ഭാരം കൂടാൻ. അതിന് ദിവസങ്ങൾ കഴിഞ്ഞ് 18, 19, 20, 21-ാമത്തെ ദിവസമായി. 20 ദിവസമാണ് ആയുസ് പറഞ്ഞത്. 21-ാമത്തെ ദിവസമായി. 21-ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വീണ്ടും സംസാരിച്ചു. ദൈവം എന്നോട് ചോദിച്ചു, മകനെ, ഡോക്ടേഴ്സ് എത്ര ദിവസമാണ് പറഞ്ഞു? ഞാൻ പറഞ്ഞു 20. ഇപ്പോൾ അത്രയായി 21. നിനക്ക് എന്നാ മനസ്സിലായത്? ഞാൻ പറഞ്ഞു, കർത്താവേ, നിനക്കെന്തോ പ്രവർത്തിപ്പാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളും ഒഴിഞ്ഞു പോകുവാനായി തുടങ്ങി. അങ്ങനെ 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 4-ാമത്തെ മാസമായപ്പോഴേക്കും എന്റെ വിശ്വാസം ഒക്കെ അങ്ങ് ചോരാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പിറുവിറുക്കാനും പരാതി പറഞ്ഞു. കാരണം ഈ 4-ാമത്തെ മാസമായപ്പോഴേക്കും ഓരോ മനുഷ്യനും സഹിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഗ്നി സമാനമായ കഠിന ശോധനയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. അത് നിവരാസനെ എത്രത്തോളം പേർക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും ഞാനത് പറയാം. ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി. 4-ാമത്തെ മാസം കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് എന്റെ ഭാര്യയുടെ 2 കണ്ണിന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയേറിയ ഒരു ടോർച്ച് ലൈറ്റിന്റെ പ്രകാശം പോലും കണ്ണിലേക്ക് അടിച്ചാൽ കാണാൻ കഴിയാത്ത രീതിയിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. മാത്രമല്ല എന്റെ ഭാര്യയുടെ ശരീരം ആ സമയമാകുമ്പോഴേക്കും പൂർണ്ണമായി തളർന്നു പോകുന്ന രീതിയിലായി. എന്ന് വെച്ചാൽ ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഞാൻ തിരിച്ചു കിടത്തണം. എന്ന് പറഞ്ഞാൽ ഊഹിക്കാം, സകല കാര്യങ്ങളും ഞാൻ ചെയ്യണം. കുളിപ്പിക്കണം, ഡ്രസ്സ് ധരിപ്പിക്കണം, ഡ്രസ്സ് കഴുകണം, ഭക്ഷണം പാകം ചെയ്യണം. ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതെല്ലാം ചെയ്തു കൊടുക്കണം. ആരും കൂടെ ഇരിക്കുവാനോ സഹകരിക്കുവാനോ സഹായിക്കുവാനോ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സമയങ്ങൾ, വല്ലാത്ത ജീവിതത്തിന്റെ തകർച്ചകളിൽ കൂടി കടന്നുപോയ ചില പ്രത്യേക സമയങ്ങൾ. എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് തന്നെ തീക്കകത്തുകൂടി കയറി ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കുന്നു അതേ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ വിളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറുവശത്ത് ജീവിതത്തിൽ വേഗത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യങ്ങൾ. അങ്ങനെ എന്റെ ഭാര്യ സകല കാര്യങ്ങളും ഞാൻ ചെയ്യണം. മാത്രമല്ല ആ സമയത്ത് ഞങ്ങൾക്ക് എന്റെ ഭാര്യയുടെ അടുക്കൽ ഇരിക്കാനോ ശുശ്രൂഷിക്കാനോ ആരും ഇല്ലാത്തത് കൊണ്ട് എന്റെ പുറത്തെ ശുശ്രൂഷകൾ മുടങ്ങി. എനിക്ക് പോകാൻ പറ്റാതെ എന്നെ മറ്റേ മീറ്റിങ്ങിന് വിളിച്ചാൽ ഞാൻ പോകില്ല. കാരണം എന്റെ ഭാര്യയുടെ അടുക്കൽ ഇരിക്കാൻ ആളില്ല. എന്റെ ഭാര്യ ഇങ്ങനെ കടത്തിയിട്ട് എനിക്ക് എങ്ങനെ മീറ്റിങ്ങിന് പോകാൻ പറ്റും? എങ്ങനെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും? എന്റെ ശുശ്രൂഷകൾ മുടങ്ങി. എന്റെ ശുശ്രൂഷകൾ മുടങ്ങിയപ്പോൾ എന്റെ സാമ്പത്തികമായ വഴികൾ അടഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ 5 രൂപയെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ദിവസങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്റെ ഭാര്യ ആഹാരം കഴിക്കാതെ എല്ലും തോലും മാത്രമായി. അട്ടിക്കഷണം എങ്ങനെ കിടക്കും അതേ അവസ്ഥയിൽ എന്റെ ഭാര്യ മാറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാല് ശരീരത്തിൽ മാംസം എന്ന് പറയാനൊന്നുമില്ല. അസ്ഥിയോട് തൊക്ക് പറ്റിപ്പിടിച്ച് മനുഷ്യരൂപമല്ല എന്ന് തോന്നുമാറ് എന്റെ ഭാര്യ ശരീരം മാറ്റപ്പെട്ടു. മാത്രമല്ല ഈ കിടക്കുന്നത് കൊണ്ട് ആകെ 2 പ്ലാസ്റ്റിക് പായുണ്ട്. ആ പായിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആ പായി കിടക്കുന്നതിന്റെ ഭാര്യയുടെ ശരീരത്തിൽ വല്ലാത്ത ചില മുറിവുകൾ പോലെ ശരീരത്തിൽ കാണപ്പെടുവാനിടയാണ്. ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ്,
പഴന്തോട്ടത്തുള്ള ഒരു സണ്ണി, ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററാണ്, സണ്ണി പാസ്റ്ററാണ്. അദ്ദേഹത്തെ IPC ചർച്ചിലെ മെമ്പർ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നതായ ഒരു കട്ടിലുമായിട്ട് ഞങ്ങളെ അടുക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ശുശ്രൂഷയിൽ ആ സമയത്ത് എന്റെ വൈഫ് സുഖമില്ലാതെ കിടന്ന സമയത്ത് ആദ്യമായി കട്ടില് അദ്ദേഹമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അതിനാക്കിയാണ് എന്റെ ഭാര്യ കയറ്റി കിടത്തുന്നത്. അദ്ദേഹത്തെ എല്ലാം ഞാൻ ഓർക്കാറുണ്ട്. അതൊന്നും മറന്നു കളയാൻ എനിക്കൊരിക്കലും പറ്റില്ല. പ്രതികൂലത്തിന്റെ ആ സാഹചര്യങ്ങളിൽ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി പേര്. പേരുകൾ പറയണമെങ്കിൽ എണ്ണി പറയണമെങ്കിൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പേര് പറയാത്തതാണ്. ഒത്തിരി ദൈവദാസന്മാര്, ഒത്തിരി ദൈവമക്കള് ഞങ്ങളെ അകമടിഞ്ഞ് കൂടെ വന്ന് ഞങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഏതായാലും എന്റെ ഭാര്യയുടെ ശരീരം ഇതുപോലെ വല്ലാത്ത മുറിവുകളായി. മാത്രമല്ല എന്റെ വൈഫിന്റെ തലയിൽ 4ാമത്തെ മാസമായപ്പോഴേക്കും എന്റെ വൈഫിന്റെ തലയിലെ മുടികൾ ഇങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞു പോകാനായി. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല, കോശങ്ങളെല്ലാം നിർജീവമാകാൻ തുടങ്ങി. എന്റെ വൈഫിന്റെ തലയിലെ മുടികൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല തീർന്നില്ല ദൈവദാസനെ, എന്റെ വൈഫിന്റെ വായ്ക്കകത്ത് ഈ മോണകൾക്കിടയിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുവാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിന്റെ വായ്ക്കകത്ത് പല്ലുകൾ ഓരോന്നായി ആടി ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. എന്റെ വൈഫിന് ആ സമയത്ത് 22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് 25 വയസ്സ്. എന്റെ വൈഫിന്റെ വായ്ക്കകത്ത് ഒരു പല്ലു പോലുമില്ല, മുഴുവൻ പല്ലുകളും പൊഴിഞ്ഞു, മുഴുവൻ പല്ലുകളും നഷ്ടപ്പെട്ടു. ഒന്ന് എല്ലുന്നോലും മാത്രമായിരിക്കുന്നത്, പിന്നെ പല്ലുകൂടി നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും ആ രൂപം, ആ മുഖം? വളരെ വിരൂപരൂപിയായി എന്റെ ഭാര്യയെ മാറ്റപ്പെട്ടു. മാത്രമല്ല ഈ തലച്ചോറിനകത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ബോധം നഷ്ടപ്പെടും. ചില ദിവസങ്ങളിൽ മാനസിക നില തെറ്റിയതുപോലെ ഇടപെടും. അങ്ങനെ ചില ദിവസങ്ങൾ ഉച്ചത്തിൽ നിലവിളിക്കും. ഈ നിലവിളിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ആ 3 നില കെട്ടിടത്തിന്റെ പല റൂമുകളിൽ മറ്റു പലരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവര് കേൾക്കും. അവര് കേൾക്കാതിരിക്കാൻ ഞാൻ വാതിലും ജനാലയും കുട്ടിയടക്കും. എന്നാലും ശബ്ദം പുറത്തു പോകും. ആ സമയത്ത് എന്റെ കൈകൊണ്ട് എന്റെ ഭാര്യയുടെ വാ ഞാൻ പൊത്തിപ്പിടിക്കും. എത്ര സമയം പൊത്തിപ്പിടിക്കാൻ കഴിയും? ഞാനും മാനസികമായി തകർന്നു. ചില ദിവസങ്ങളിൽ എന്റെ ഭാര്യ കയ്യും കാലിട്ടിങ്ങനെ നിലത്തിട്ടിങ്ങനെ വായിട്ട് ഓരോ കിടന്നു. അങ്ങനെ കിടന്നിങ്ങനെ ഒരു സമയത്ത് കയ്യിലെയും കാലിലേക്ക് തൊക്കുകൾ ഇങ്ങനെ മുറിവേൽക്കുകയാണ്, ഒളിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് തുണിയെടുത്തോ തോർത്തെടുത്തോ എന്റെ ഭാര്യയുടെ കയ്യും കാലും കെട്ടിയിടുന്ന ചില സമയങ്ങൾ, ദിവസങ്ങൾ എന്നുമല്ല, അങ്ങനെ ചില പ്രത്യേക സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 1 കാഴ്ച നഷ്ടപ്പെട്ടു, 2 ശരീരം തളർന്നു, 3 എല്ലും തോലും മാത്രമായി, 4 ശരീരത്തിൽ മുറിവുകളുണ്ടായി, അടുത്തത് 5 തലയിലെ മുടികൾ മുഴുവൻ പൊഴിഞ്ഞു, 6 വായിലെ പല്ലുകൾ നഷ്ടപ്പെട്ടു, 7 മാനസിക നില തെറ്റിയതും. ഒരു മനുഷ്യനെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? സഹിച്ചു നിൽക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഈ 4ാമത്തെ മാസമായപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞാൻ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ഇതുപോലെ എന്റെ ഭാര്യ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് എനിക്കിത് കാണാൻ കഴിയാതെ അടുത്ത മുറി പോയി കിടന്ന് സിമിന്റ് തറയിൽ നെടുമ്പാട് വീണ് ഞാൻ ദൈവത്തോട് നിലവിളിക്കുക, കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്റെ യൗവന പ്രായത്തിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ? കർത്താവേ, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ വിവാഹം കഴിച്ചത്, നിന്റെ ആലോചനയാണ്. നീ എനിക്ക് വ്യക്തമായി ദൂത് തന്നു, വെളിപ്പാട് തന്നു, അതനുസരിച്ചാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ ദൈവത്തോട് പെറുപെറുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയ ദൈവത്തിന്റെ ആത്മാവിനെ തൊട്ടിട്ട് പറഞ്ഞു, മകനെ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. അന്ന് ഒരു പ്രത്യേക ദൈവിക നിയോഗം ദൈവം എനിക്ക് തന്നു. കാരണം അന്ന് ഞാൻ ആ ഒരു രാത്രി അവിടെ കടന്നിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഈ കാര്യം വചനം പറഞ്ഞതിന് ശേഷം ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നീ എഴുന്നേറ്റ് നീ താഴേക്ക് പോയെന്ന് പറഞ്ഞു. ഒരു 3 നില കെട്ടിടമുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് അവസാനിക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ പുറകിലാണ്, മുമ്പിൽ റോഡാണ്. ആരോ എന്നെ പിടിച്ചിറക്കുന്നത് പോലെ ദൈവാത്മാവിനെ പിടിച്ചിറങ്ങി ആ മുറ്റത്ത് വന്നു. അപ്പൊ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നീ ചുറ്റും നോക്കും, നീ എന്താ കാണുന്നത്? അപ്പൊ അവിടെ കുറെ ചെടി അവിടെ. ദൈവം പറഞ്ഞു, നിന്റെ ഏറ്റവും അടുത്ത് എന്നാ നിൽക്കുന്നത്? ഞാൻ നോക്കിയപ്പോൾ എന്റെ കാഴ്ചവട്ടിലായിട്ടൊരു തുളസിയുടെ തയ്യും
പിന്നെ ഞങ്ങളുടെ നാട്ടില് പനിക്കൂർക്ക എന്ന് പറയുന്ന അല്പം തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഇലയുള്ള നല്ല നീരുള്ള ഒരു പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു സസ്യത്തിൽപ്പെട്ട അവിടെ നിന്ന്. അപ്പൊ ഇത് രണ്ട് നിപ്പുണ്ട്. ദൈവം പറഞ്ഞു നീ അതിന്റെ ഇല കൈ പറിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഇല കൈ പറിച്ചു. ഒരു നിയോഗം എന്റെ മേൽ വന്നത്. ദൈവം പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഞെല നീ കയ്യിലിട്ട് തിരുമ്പാൻ പറഞ്ഞു, ഞെരടാൻ പറഞ്ഞു. ഞാൻ ദൈവത്തെ അനുസരിച്ചു. കുറെ കഴിഞ്ഞ് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു, മകനെ നിന്റെ കയ്യിൽ എന്താ മകനെ? ഞാൻ പറഞ്ഞു കർത്താവിന്റെ കയ്യിൽ ഇലയുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു അന്നോ അതല്ല, നീ ഒന്നുകൂടി നോക്ക്. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ കയ്യിൽ ചതഞ്ഞ ഇല ഇരിക്കുന്നത്. ദൈവം പറഞ്ഞു നോ അതുമല്ല, നീ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എന്റെ കൈവിരലുകൾക്കിടയിങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ പച്ച തേരിങ്ങനെ പറ്റി പിടിച്ചിരിക്കുക നനഞ്ഞ്. അപ്പൊ ഞാൻ ദൈവത്തോട് കർത്താവ് എന്റെ ഈ ഇലയുടെ നീര് എന്റെ കൈവിരലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരു ദൂതനോട് പറഞ്ഞ ദൂതിടാ മകനെ, ഈ ഇല ഈ സത്യത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് വാടും, ഒഴിയും, നിലത്ത് വീഴും, ചെയ്യും. ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷെ ഇത് പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇത് നിന്റെ കയ്യിലെടുത്ത് ഞെരടിയപ്പോൾ ഇതിൽ കൂടി ഒഴുകിയിറങ്ങിയ നീര് അനവധി രോഗത്തിനുള്ള ഔഷധം. ഇത് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞ ആലോചന ഇതാണ്, ഇതുപോലെ ഞാൻ നിങ്ങളെ എന്റെ കയ്യിലെടുത്ത് ഞെരടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് അനവധി രോഗികളെ സൗഖ്യമാക്കാനുള്ള ഔഷധമാക്കി ഞാൻ മാറ്റും. പ്രൈസലോ, ദൈവം ഭയങ്കര ഒരു ദൂത ഞങ്ങൾ എന്നോട് ആ സമയത്ത് അന്ന് രാത്രി ഇടപെട്ട്. പ്രൈസലോ, ആ ദൂത് കേട്ട മാത്രം ഞാൻ ബലപ്പെട്ടു. ഇന്ന് ഞാൻ പലപ്പോഴും എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കാറുള്ള ദൈവസഭയിൽ, ഇന്നലെയും ഒരു ദൈവസഭയിൽ എന്നെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. ഞാൻ പോയ സമയത്ത് എന്റെ സാക്ഷി ഞാൻ പറഞ്ഞു. ആ പറഞ്ഞപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കവിൾത്തടത്തിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് നമ്മളെ തകർക്കാനല്ല, മറിച്ച് അതിന്റെ പുറകിൽ ദൈവത്തിന് നമ്മെ കൊണ്ട് ചില ശുശ്രൂഷകൾ ചെയ്യിക്കാനുണ്ട്. അതിനുള്ളൊരു പ്രാക്ടീസ് മാത്രമായത്. പ്രൈസലോ, ഞാനത് ഇന്നലെയും ഞാൻ പറഞ്ഞു. പ്രൈസലോ, അപ്പൊ ദൈവം എന്നെ ആ രീതിയിലാണ് എന്നോട് ദൈവം വെളിപ്പെടുത്തിയത്. എന്റെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഒരു ചെടി കാണിച്ചു. ആ ചെടി പറിക്കാൻ പറഞ്ഞു, കൈയിട്ട് ഞെരടാൻ പറഞ്ഞു, തിരുമ്മി, നീര് വന്നു. അത് കാണിച്ചിട്ട്, അനുഭവത്തിൽ കൂടി കാണിച്ചിട്ട് ദൈവം പറയുക, ഇതുപോലെ ഞാൻ നിങ്ങളെ ഞെരടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത്രയും വളരെ ക്ലിയർ ആയിട്ട് ദൈവം ആലോചന പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആത്മാത്ഭുതപ്പെട്ടു. ദൈവത്തോട് ഞാൻ ആ ദുർവൃത്തത്തിനും പരാതി പറഞ്ഞതിനൊക്കെ ക്ഷമ ചോദിച്ച് ഞാൻ വീണ്ടും ദൈവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വീണ്ടും എന്റെ ഭാര്യങ്ങനെ കിടക്കുക കേട്ടോ. ഒരു വർഷമായി, മാസങ്ങൾ കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും സ്വതന്ത്രം എന്റെ അമ്മ സ്വതന്ത്രം വിശ്വാസത്തിൽ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ തന്നെയും ആ രീതിയിൽ മുന്നേറുവാൻ കഴിയാതിരുന്ന ചില സമയങ്ങളായി. അതുകൊണ്ട് തന്നെ സ്വതന്ത്രം ഈ ഒരു വർഷമായപ്പോഴേക്കും ഞാൻ അമ്മ കൂടെ നിന്ന് താമസിക്കുവാനും ശുശ്രൂഷിക്കുവാനും എന്റെ ഭാര്യയെ നോക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വളരെ ആശ്വാസമായി. കാരണം എന്റെ ഭാര്യയുടെ അടുക്കൽ ഇരിക്കാനെങ്കിലും ഒരാളായല്ലോ എന്നൊരാശ്വാസം. ഞാൻ എന്റെ അമ്മ കൂടെ താമസിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ വീണ്ടും മീറ്റിങ്ങിന് പോകാൻ സത്യം പറഞ്ഞു. ശരിക്കും ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴേ പിന്നെ ആരും എന്നെ മീറ്റിങ്ങിന് വിളിക്കാതെയായി. കാരണം മീറ്റിങ്ങിന് എന്നെ വിളിച്ചാൽ ഞാൻ പോകത്തില്ല എന്നുള്ള കാരണം കൊണ്ട് എന്നെ ആരും വിളിക്കത്തില്ല, പിന്നെ ആരും വിളിക്കാതെ. എന്നാൽ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ വീണ്ടും ഞാൻ പതുക്കെ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അങ്ങനെ തിരുവല്ല അവിടെ ആഞ്ഞിലിത്താനം IPC 2 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയി. ആക്ച്വലി എന്നെ വിളിച്ചതല്ല, വേറൊരു ദൈവദാസനെ വിളിച്ച മീറ്റിംഗാണ്. ആ ദൈവദാസന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പകരക്കാരനായിട്ട് പോകുന്നത്. അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാത്രി ഞാൻ തിരിച്ചു വന്നു, പ്രാർത്ഥിച്ചു, ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം ഇങ്ങനെ പറഞ്ഞു, മകനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, ഏകദേശം ഒരു 3/4 മണിക്കൂർ പ്രാർത്ഥിച്ചു കാണും. നല്ല യാത്രാ ക്ഷീണമുള്ളത് കൊണ്ട് വേഗത്തിൽ കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങി ഏകദേശം ഒരു പ്രഭാതത്തിൽ ഒരു 3 മണിയോടെ അടുത്ത ഒരു വലിയ ശബ്ദം ഞാൻ കേട്ട ശബ്ദം ഒരു ആരാധനയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വലിയ മുഴക്കമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തെളിച്ച് എന്റെ അടുത്ത് കിടന്ന ഭാര്യ തപ്പി നോക്കി. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 19 ദിവസം ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഒറ്റ രാത്രികളിലും ഉറങ്ങാൻ കഴിയാതെ രാവും പകലും എന്റെ ഭാര്യയ്ക്ക് കാവലിരിക്കല എന്റെ വരുവാൻ. ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി കണ്ണു തെളിച്ച് എന്റെ അടുത്തിരുന്ന ഭാര്യ തപ്പി നോക്കിയപ്പോൾ എന്റെ ഭാര്യ അടുത്ത് കിടപ്പില്ല.
പെട്ടെന്ന് ഞാൻ ചാടി വെച്ച് ലൈറ്റ് ഇട്ടപ്പോൾ കണ്ട കാഴ്ച എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയെ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. എന്റെ ഭാര്യ ഞങ്ങൾ കിടന്ന മുറിയുടെ ഒത്ത നടുക്ക് നിന്ന് തുള്ളിച്ചാടി കയ്യടി അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയെ ഞാൻ കാണുന്നു. ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഞാൻ തിരിച്ചു കിടത്തണമായിരുന്ന എന്റെ ഭാര്യ എന്റെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ മാനസിക നില തെറ്റി, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണും. രണ്ടിലൊന്ന് ഉറപ്പാണ്. പക്ഷെ ഇത് രണ്ടുമല്ല ഞാൻ കണ്ടത് യാഥാർത്ഥ്യമായിരുന്നു. പ്രൈസലോ. അന്ന് രാത്രി സംഭവിച്ച കാര്യം കൂടി ഞാൻ പറയാം. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ കാര്യമാണിത്. ഞാൻ നേരിട്ട് കണ്ട കാര്യമല്ല. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ കിടന്ന മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നു എന്റെ ഭാര്യ തൊട്ടു. തളർന്നു കിടന്ന ശരീരത്തെ കർത്താവ് സൗഖ്യമാണ്. എന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഇനി എന്റെ ഭാര്യയുടെ വാക്ക് ഞാൻ കടമെടുത്ത് പറയാം. ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ട സ്വപ്നം ഇതാണ്. ഒരു വലിയ സമുദ്രം, സമുദ്രത്തിൽ വലിയ തിരമാലകൾ, തിരമാലയുടെ മുകളിൽ കൂടി യേശു നടന്നു വരികയാണ്. പിന്നെ കണ്ട കാഴ്ചയിലാണ് ഞങ്ങൾ നടന്നു വന്ന യേശു ഞങ്ങൾ കിടക്കുന്ന മുറിക്കകത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുക്കൽ കർത്താവ് പതുക്കെ കുനിഞ്ഞിരുന്നിട്ട് എന്റെ അടുക്കൽ കർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ മുകളിൽ കൂടി കർത്താവ് കൈ നീട്ടി ഭിത്തിയോട് ചേർന്ന് എന്റെ ഭാര്യ കിടക്കുക. കൈ നീട്ടി കൈ ഇങ്ങനെ തല വെച്ചു. തലയിൽ വെച്ച് ഇങ്ങനെ കൈ ഓടിച്ച കഴുത്തിൽ കൂടി കൈ ഓടിച്ച കൈക്കുമ്പിളിനകത്ത് കുറെ ബ്ലഡും കഫം പോലെ കട്ടയായിട്ട് എന്തൊക്കെയോ സാധനം എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച. യേശു ഈ തൊട്ട നിമിഷത്തിൽ തന്നെ ഒരു കരണ്ട് പാതി എന്നതുപോലെ, ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു വലിയ ദൈവശക്തി എന്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് അങ്ങ് മാറ്റപ്പെട്ടു. പെട്ടെന്ന് ഇത് ഫീൽ ചെയ്തപ്പോൾ എന്റെ ഭാര്യയുടെ ശരീരത്തിൽ ഈ കരണ്ട് പാതകൾ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഭാര്യ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. കണ്ണിന്റെ കാഴ്ച ഇല്ലെങ്കിലും ആ സമയത്ത് എന്റെ ഭാര്യയുടെ കണ്ണ് പെട്ടെന്ന് തുറന്നു. എന്നിട്ട് കണ്ട കാഴ്ച ഇതാണ്. ഞങ്ങൾ കിടക്കുന്ന മുറിക്കകത്ത് പൗലൂസ് പറയുന്നത് പോലെ നട്ടുച്ച സൂര്യനെ വെല്ലുന്ന വലിയൊരു പ്രകാശം. ആ പ്രകാശത്തിന്റെ നടുക്കൊരു മനുഷ്യരൂപം നിൽക്കുക. എന്റെ ഭാര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് യേശു അല്ലാതെ വേറെ ആരുമല്ല. ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത് ദർശനമോ വെളിപ്പാടോ സ്വപ്നമോ അല്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം അന്ന് രാത്രിയിലെ കർത്താവ് എന്റെ ഭാര്യയുടെ നേരിട്ട് സംസാരിച്ചു. വ്യക്തമായി ദൈവശബ്ദം എന്റെ ഭാര്യയ്ക്ക് കിട്ടും. എന്റെ ഭാര്യ കുറെ ചോദ്യം ചോദിച്ചു വന്നു. കർത്താവിനോട് എന്റെ ഭാര്യ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ 19 ദിവസമായപ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു ശോധന വന്നത്? കർത്താവ് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് മാത്രമുള്ള ദൂതല്ലായിരുന്നു, ലോകത്തിലുള്ള ഒരു ജനത്തിനും വേണ്ടിയുള്ള ദൂതായിരുന്നു. കർത്താവ് പറഞ്ഞ മറുപടി, മകളെ, ലോകത്തിൽ ഇനി എനിക്ക് ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. എന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെ വേഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇല്ലാത്ത സാക്ഷ്യം നിങ്ങൾക്ക് തന്നു. അതിൽ കൂടി അനവധി ആത്മാക്കളെ വിടുവിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. അനവധി ദേശങ്ങളെ വിടുവിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. എന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വേഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം പോലും മറന്നുപോയ ഒരു ആത്മീക സത്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ്. കർത്താവിന്റെ മടങ്ങിവരവ് അത് നമ്മൾ സ്തോത്രം പറയുന്നവരെ ചേർക്കാനല്ല, പാട്ട് പാടുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ചേർക്കാനല്ല. ഇതൊക്കെ ചെയ്യുന്നവർ ഒത്തിരി പേര് കണ്ടേക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ടും സ്ഥാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരെ ചേർക്കാൻ വേണ്ടിയാണ് യേശു വേഗത്തിൽ വരുന്നത്. അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും അനുസരിച്ച് എങ്ങനെയെങ്കിലും ഒരു പൊതുപൊരൂപ ജീവിതത്തിൽ പോകുന്നവരെ വിടുവിക്കാനോ വീണ്ടെടുക്കുവാനോ അല്ല കർത്താവ് വരുന്നത്. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെട്ടവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വേഗത്തിൽ വരുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാ: വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല, എന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വേഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭാര്യ യേശുവിനോട് ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ്: കർത്താവ്, എന്നെ തളർന്നു കിടന്ന ശരീരത്തെ സൗഖ്യമാക്കി. എന്റെ വൈഫിന്റെ ബ്ലഡ് ടോട്ടിയെ പൂർണ്ണമായി ദൈവം മാറ്റി കേട്ടോ.
ബ്ലോക്ക് ദൈവം പൂർണ്ണമായി മാറ്റി. കാരണം പിന്നീട് പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല ശരീരത്തിൽ. പിന്നീട് പോയി നോക്കി. അപ്പോൾ ശരീരത്തെ സൗഖ്യമാക്കി, ബ്ലഡ് ക്ലോട്ടിങ് ദൈവം മാറ്റി. എന്റെ വൈഫിന് പൾസ് കിട്ടത്തില്ല. ഡോക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് ഇപ്പോഴും നോക്കാറുണ്ട്, എന്റെ വൈഫിന് പൾസ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ ഒത്തിരി ബലഹീനതകൾ ഉണ്ടായി. അപ്പോൾ അന്ന് രാത്രിയിൽ കർത്താവ് ആ വിഷയത്തിന് മേൽ വിടുതലയച്ചു. പക്ഷേ പെട്ടെന്ന് ആ സമയത്ത് ഒരു കണ്ണിന് ഒരു തെളിച്ചം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് കാഴ്ച ലഭിച്ചില്ല കേട്ടോ. ഇപ്പോഴും എന്റെ വൈഫിന് കാഴ്ചയില്ല. ഞാന് മീറ്റിങ്ങിന് വേണ്ടി പുറത്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് എന്റെ വീട്ടിലെ പല കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോകുന്നത്. വീട്ടില് ചോറ് വെക്കും, കറി വെക്കും, രാവിലെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും രാവിലെ കഴിക്കാനുള്ളത്, ഉച്ചക്കത്തേക്ക് വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ളത്, 2 ദിവസത്തെ മീറ്റിങ്ങിന് പോലെ 2 ദിവസത്തേക്കുള്ള കറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയും ഒരുക്കിയും വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ വൈഫ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ചോറ് വെക്കും, പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പക്ഷെ ഈ കറിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോഴും കടന്നു പോകുന്നത്. അങ്ങനെ എന്റെ ഭാര്യയുടെ ഇങ്ങനെ വല്ലാത്തൊരു പ്രത്യേക സ്റ്റേജിൽ എന്റെ ഭാര്യ കിടന്ന കിടപ്പിലാണ് കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്ന് കർത്താവ് വിടിവിക്കുന്നത്. മാത്രമല്ല എന്റെ ഭാര്യ കർത്താവിനോട് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 5 മക്കളായിരുന്നു എന്റെ കുടുംബത്തിൽ. 3 ആണും 2 പെണ്ണുമാണ്. എനിക്കൊരു ഇളയ സഹോദരനുണ്ട്, അവന്റെ പേര് ഷൈബു എന്നാണ്. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ നാട് വിട്ടു. എവിടെയാണെന്ന് അറിയത്തില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയത്തില്ല. വർഷങ്ങളായി, ഏകദേശം 12 വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഒന്നും അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. എന്റെ ഭാര്യ അവനെ കണ്ടിട്ട് പോലുമില്ല. ഇത് എന്റെ അമ്മ അവന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്റെ ഭാര്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിനോട് എന്റെ ഭാര്യ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: കർത്താവെ, ഞാനും പ്രാർത്ഥിക്കുന്ന അവള് കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവെ, ഷൈബു എവിടെയാ? ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ? കർത്താവ് പറഞ്ഞു, മകളെ, 90 ദിവസത്തിനകം വ്യക്തമായി വിവരം തരുന്നു. കർത്താവ് 90 ദിവസത്തിനകം. ഞാൻ അല്പം ഓടിച്ചു വിടുകയാണ്, ഞാൻ എന്നിട്ട് തിരിച്ചു വരികയാണ്. ഞാൻ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഒരു 84ാമത്തെ ദിവസമായപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ ദൈവവചനം വായിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കേരളത്തിൽ നമ്പർ അല്ല, ഞാൻ സംസാരിച്ച തമിഴിലാണ് സംസാരിക്കുന്നത്. വിളിച്ചയാണ്. എന്നോട് ചോദിച്ചു, നാഗരാജ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നോ അല്ല, ഇത് റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇത് കേരളമാണ്. അപ്പൊ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ട് തമിഴിൽ സംസാരിച്ച വ്യക്തി എന്നെ വീണ്ടും തിരിച്ചു ഞാൻ ഒരു പാസ്സാന്ന് പറഞ്ഞു. ഞാൻ പാസ്സാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, ഓക്കെ, ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ തമിഴ്നാട്ടിലെ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു പ്രത്യേക നിയോഗം വീണ്ടും വന്നു. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കാരണം മീറ്റിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുക്കത്തിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയുക, പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണണം, കേൾക്കണം, അതുകൊണ്ട് ഫോണിൽ കൂടി പ്രാർത്ഥിക്കുമോ? അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഫോണിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ടായി. ബന്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ വീടെന്തുവാ, സ്ഥലം പേരെന്തുവാ? ഞാൻ പറഞ്ഞു, എന്റെ പേര് ആന്റണി എന്ന പേര്. എവിടെയാ സ്ഥലം? ഞാൻ പറഞ്ഞു, കൂത്താട്ടുകുളത്ത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ കൂത്താട്ടുകുളത്തൊക്കെ വന്നിട്ടുണ്ട്. കൂത്താട്ടുകുളത്ത് അവിടെ? ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്താ. വീട്ടുപേരെന്താ? ഞാൻ പറഞ്ഞു, ഇന്നതാ വീട്ടുപേര്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഇന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ട്. നിങ്ങൾ എത്ര മക്കളാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 5 മക്കളാണ്. എത്രാമത്തെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ 4ാമത്തെയാണ്. ഇളയാളുടെ പേരെന്താ? ഞാൻ പറഞ്ഞു, ഷൈബു എന്നാ. എവിടെയാ? ഞാൻ പറഞ്ഞു, ഇവിടെ ഇല്ല. അപ്പൊ അവസാനം എന്ന് പറയുവാണ്, ആ ഷൈബു ആണ് ഈ വിളിക്കുന്നത് ഞാൻ. 90 ദിവസത്തിനകം വ്യക്തമായി വിവരം തരാമെന്ന് പറഞ്ഞ കർത്താവ് 84ാമത്തെ ദിവസമായപ്പോൾ എന്റെ ഫോണിനകത്തേക്ക് എന്റെ ഭാര്യ എന്റെ അനിയൻ എന്നെ വിളിച്ചെന്നു. ഇനി അതല്ല അത്ഭുതം കേട്ടോ. എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, എന്റെ ബുദ്ധിക്കുള്ളിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതം ഇതിനകത്തുണ്ട്. കാരണം ഇത് എന്നെ വിളിച്ച ഫോൺ കോൾ അല്ല. ഇത് അവൻ എന്നെ വിളിച്ച കോളല്ല.
ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവനൊരു കോഴി ഫാം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ലയർ പോലെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഒരു ഭിത്തിക്കപ്പുറത്ത് അവനൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരന്റെ പേരാണ് നാഗരാജ്. ഒരു ഭിത്തിക്കപ്പുറത്ത് രാവിലെ എഴുന്നേറ്റ് കിടക്കപ്പായ കിടന്നുകൊണ്ട് തന്നെ ഒരു ഭിത്തിക്കപ്പുറത്ത് കിടന്ന നാഗരാജിനെ ഫോണിൽ വിളിച്ചതാ എന്റെ അനിയൻ. എന്റെ ഫോൺ നമ്പർ അവന്റെ കയ്യിൽ ഇല്ല. ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല. ഞങ്ങളൊരു വലിയ മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. എന്റെ വീടിന് ചുറ്റുപാടുകളൊന്നും ഫോൺ സൗകര്യങ്ങളില്ല. എന്റെ ഞങ്ങളെ ഈ സമയം എന്നെ വിളിക്കുന്ന സമയമായപ്പോഴേക്കും മൊബൈലൊക്കെ ആയി. പക്ഷെ എന്റെ നമ്പർ അവൻ അറിയത്തില്ല, ഒരു കാര്യം അറിയത്തില്ല. പിന്നെ എന്നെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ ഒരു ഭിത്തിക്കപ്പുറത്ത് കിടന്ന നാഗരാജിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഈ 10 നമ്പറുകൾ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ അക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നേരെ കോള് വന്നത് എന്റെ ഫോണിനകത്തേക്കാണ്. അതാ എനിക്ക് ചിന്തിക്കാൻ പറ്റാറ്. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ കോടിക്കണക്കിന് ഫോൺ നമ്പർ ഉണ്ട്. അതിലേക്കൊന്നും കോള് പോകാതെ എന്റെ കയ്യിലിരുന്ന ഫോണിനകത്തേക്ക് കോള് വരണമെങ്കിൽ ഇതിൽ പരം വലിയൊരു അത്ഭുതമുണ്ടോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് താമസിക്കത്തില്ല, വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ദൈവം അതെല്ലാം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനായ ദൈവമായിരുന്നു ഞങ്ങൾക്ക്. കർത്താവ് വാക്ക് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് മാറിപ്പോയിട്ടില്ല. ഏറ്റവും ചിന്തിക്കാൻ പോലും കഴിയാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ കഴിയാത്തതാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എന്റെ അനിയൻ പിന്നീട് കടന്നു വന്നു, രക്ഷിക്കപ്പെട്ടു, എന്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടു. എന്നോട് പറഞ്ഞ് ഞാൻ സ്ഥാനപ്പെടുത്തിയാൽ മതി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലും ഞങ്ങൾ അടുത്തടുത്താണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കുടുംബമായിട്ട് സ്വന്തം ഞങ്ങളുടെ അടുക്കൽ താമസിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞു കർത്താവിനെ ആരാധിക്കുന്ന പ്രിയമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്റെ വീട്ടിൽ അതിനുശേഷമായിട്ട് മറ്റ് പലരും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്റെ വൈഫിന്റെ വീട്ടിൽ മറ്റുള്ളവരെ എല്ലാവരും തന്നെ ദൈവകൃപയിലേക്ക് കടന്നു വന്നു. അതിൽ ഒരാളാണ് എന്റെ വൈഫിന്റെ ഒരു ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ഉണ്ടായ 2 സഹോദരങ്ങളുണ്ട്. അതിൽ ഇളയ സഹോദരൻ കർത്താവിന് വചനം പഠിക്കാൻ കടന്നുപോയി. അദ്ദേഹം ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ അത്ഭുതകരമാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ ഉണ്ടായത് മാത്രമല്ല, അനവധി വ്യക്തികൾ വിടുവിക്കപ്പെടുവാനിടയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ 19ാമത്തെ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് ചെയ്യുവാനുള്ള സമ്മർദ്ദങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ദൈവം തന്നു എന്ന വെളിപ്പാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പോയില്ല. കാരണം ദൈവം എന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്റെ ഈ സാക്ഷ്യം പറയുമ്പോൾ നിയമപരമായിട്ട് ഡിവോഴ്സായി പോയ കുടുംബജീവനങ്ങൾ ഒരുമിച്ച് ചേരുന്നത് കാണാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി കർത്താവ് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് എന്റെ വാനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്ന സത്യത്തിൽ. അല്പം മുമ്പോട്ട് ഓടിപ്പോയി, എങ്കിലും ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അത്ഭുതം ചെയ്തു. കർത്താവ് ഒത്തിരി വിടുതലുകൾ അയച്ചു. കർത്താവ് പറഞ്ഞു, കർത്തതയാണ് കണ്ണുനീരാ എന്ന് പറഞ്ഞ് എന്റെ വേല ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വിടുതൽ കിട്ടത്തില്ല. അതുകൊണ്ട് കർത്തതയുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും എന്റെ വേല ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളെ മാനിപ്പാൻ വിശ്വസ്തനാണെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ആ കഷ്ടതയുടെ നടുവിലും കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം കൃപ ചെയ്യുന്നു. കണ്ണിനെ അന്ന് രാത്രിയിൽ എന്റെ ഭാര്യയുടെ ശരീരത്തെ ദൈവം സൗഖ്യമാക്കിയെങ്കിലും എന്റെ ഭാര്യയുടെ തലയിൽ മുടി വന്നിട്ടില്ല, വായിൽ പല്ല് വന്നിട്ടില്ല, എല്ലും തൂലും മാത്രമായിരിക്കുന്നു. ഈ ഭാര്യയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഓരോ വീടുകൾ കയറി ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന് പറയട്ടെ, അത്ഭുതകരമായി ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞ വ്യക്തികൾ വിടുവിക്കപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കുവാൻ തുടങ്ങി. ഞങ്ങൾ താമസിച്ച ഇടുങ്ങിയ മുറിക്കകത്തേക്ക് ആത്മാക്കൾ ഓടി വന്ന് ഞങ്ങളുടെ കൂടെ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കുവാനുമായി തുടങ്ങി. 6 സ്ഥലങ്ങളിലായിട്ട് ആരാധന തുടങ്ങാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഇന്ന് ആന്ധ്രയില് 2 സ്ഥലങ്ങളിൽ ട്രൈബൽസിന്റെ ഏരിയയിൽ ഇപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് വർക്ക് ഞങ്ങൾ ആരംഭിച്ച വളരെ ശേഷമായിട്ട് ദൈവം അയച്ചതാണ്. അങ്ങനെ അവിടെ ട്രൈബൽസിന്റെ ഇടയിൽ കുറഞ്ഞു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്.
അവരുടെ ഇടയിൽ രണ്ട് കൂട്ടായ്മകൾ അവിടെയുണ്ട്. അവിടെ രണ്ട് ദൈവദാസന്മാരെ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1.5 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ പോയി വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, ക്രമീകരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ ചില സമയത്ത് എനിക്ക് ചില ഭാരം ഉണ്ടാകും. കാരണം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകേണ്ട പല സാഹചര്യങ്ങളിലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒത്തിരി പരിധികളും ഞങ്ങൾ ശുശ്രൂഷ. അപ്പൊ കർത്താവ് ഞാൻ കർത്താവെ, അതുകൂടി ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ, കാഴ്ച കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് കർത്താവിന് വേല ചെയ്യാമായിരുന്നു എന്ന് വളരെ ഭാരപ്പെടുമ്പോൾ മറുവശത്ത് ഞാൻ കർത്താവെ, എന്റെ ഭാര്യയുടെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞിട്ടാണെങ്കിൽ ഇത്രയും ആത്മാക്കളെ കാണാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആ ഒരു സന്തോഷം മറുവശത്തും ഉണ്ടായത്. ആ ഒരു സന്തോഷം മറുവശത്തുള്ളപ്പോൾ എന്റെ ഭാര്യയുടെ കണ്ണിന്റെ കാഴ്ച ഇല്ലായ്മ, ആ ശാരീരിക ബലഹീനത എനിക്കൊരു ഭാരമായിട്ട് ഞാൻ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്. എന്റെ ഭാര്യയുടെ കയ്യെ പിടി, വീട്ടിലൊക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. ഓരോ കാര്യങ്ങള് അവിടെ ഇവിടെ എല്ലാം റൂമിലും മുറ്റത്തൊക്കെ പോകാനായിട്ട് കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് തന്നെ വേണം ഇപ്പോഴും യാത്ര ചെയ്യാൻ. ഞങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മീറ്റിങ്ങിന് പോകാറുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെയും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് ചെറിയ ഭാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്റെ ഭാര്യയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഞങ്ങൾ നോക്കും. ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ കയ്യെ പിടിച്ചോണ്ട് പോകുമ്പോൾ എല്ലാവരും സഹതാപത്തോടെ നോക്കുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭാരം തോന്നും. എങ്കിലും അതൊന്നും ഒരു ഭാരമായിട്ട് കണക്കാക്കാതെ എന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ ദൈവം ഒരു കൃപ ഞങ്ങൾക്ക് നൽകി തരാനിടയായി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അത്ഭുതം ചെയ്തു കേട്ടോ. വൈദ്യശാസ്ത്രം പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് ആയുസിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. എന്റെ വൈഫ് പ്രഗ്നന്റ് ആകില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അഥവാ പ്രഗ്നന്റ് ആയാൽ മരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തരുമെന്ന്. ഞങ്ങൾ ദൈവസ്ഥ അന്വേഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ വൈഫ് പ്രഗ്നന്റ് ആകാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞു. പ്രഗ്നന്റ് ആയ സമയത്ത് വീണ്ടും ചില പ്രശ്നങ്ങൾ. കാരണം ഡോക്ടേഴ്സ് ഞങ്ങൾ എടുക്കുന്നില്ല. എറണാകുളത്തുള്ള, കോട്ടയത്തുള്ള പല ഹോസ്പിറ്റലുകൾ, പ്രധാനപ്പെട്ട വലിയ ഹോസ്പിറ്റലുകൾ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ പരിചയമുണ്ട് ഡോക്ടേഴ്സിന്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവിടെ ഇതിനേക്കാൾ നല്ലത് അടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിനേക്കാൾ ഫെസിലിറ്റീസ് അടുത്ത സ്ഥലത്താന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം പലയിടങ്ങളിൽ മാറി അവസാനം കോലഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ അവിടെ എത്താൻ ഒരു കാരണമുണ്ട്. അവിടെ വിശ്വാസിയായ ഒരു ഡോക്ടറുണ്ടായിരുന്നു, പെന്തക്കോസ്തുകാരിയായ ഡോക്ടർ. അപ്പൊ അവിടെ ചെന്ന ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിടിവിക്കും, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയിട്ട് അവസാനം അവര് പറയുക, എങ്കിലും ഞങ്ങൾ പഠിച്ച വൈദ്യശാസ്ത്ര പ്രകാരം രക്ഷപ്പെടത്തില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അവരതിന് ഒരു ഓപ്ഷൻ പറഞ്ഞു, മരണമോ മറ്റെന്തെങ്കിലോ സംഭവിച്ചാൽ ഈ സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. സാധാരണ പ്രിന്റ് ചെയ്യുന്ന ഒരു പേപ്പർ എന്നിട്ട് അതിൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതി. അതല്ലാതെ കൈകൊണ്ട് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്തു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഡേറ്റ് പറയുന്നത്. പക്ഷെ 15-ാം തീയതി ഡെലിവറി നടന്നില്ല. 16-ാം തീയതിയായി, ഡെലിവറി നടന്നില്ല. 17-ാം തീയതിയായി, നടക്കുന്നില്ല. 18-ാം തീയതിയായി. വളരെ ഭാരമായി അവർക്ക്. ഏതൊക്കെയോ കേരളത്തിലെ ചില പ്രസിദ്ധന്മാരായ ഡോക്ടേഴ്സിനെ അവരുടെ ചെലവിൽ അവർ അവിടെ വിളിച്ചു വരുത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ വിശ്വാസിയായ ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആ സമയത്ത് കുറെ മാതാപിതാക്കൾ അവിടെ നിൽപ്പുണ്ട്, കുറെ ഭർത്താക്കന്മാർ അവിടെ നിൽപ്പുണ്ട്, അവരുടെ ഭാര്യമാരെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണ്, അവർ പ്രതീക്ഷയോടെ നിൽക്കുവാണ് ഇങ്ങനെ പുറത്ത്. ആ സമയത്ത് എന്നെ മാറ്റി നിർത്തുന്നത് പറഞ്ഞു, പാസ്റ്ററെ, ഒരു പ്രതീക്ഷയോടെയും പുറത്ത് നിൽക്കരുത്, ശവത്തെ പ്രതീക്ഷിച്ച് മാത്രമേ നിൽക്കാം. ഇത് പറഞ്ഞവര് എന്റെ ഭാര്യ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, 1.5 മണിക്കൂറിനായി അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ 1.5 മണിക്കൂർ കൂടി, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു,
15-ാം തീയതി ഡേറ്റ് പറഞ്ഞ് 15, 16, 17, 18 4-ാമത്തെ ദിവസമായി. ഇത്രയും ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇനി എന്തിന് അരമണിക്കൂർ നേരം എങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അത് വേറെ ഒന്നുമല്ല, ഈ അരമണിക്കൂർ കൂടി ഇവൾ ജീവനോടെ ഇരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇത് പറഞ്ഞ് എന്റെ ഭാര്യ മാറ്റി ഇങ്ങനെ കിടത്തിയിരിക്കുക. ആ സമയത്ത് അവിടെ ഒരു മുറിക്കകത്ത് ഞാൻ കയറി, മുഴങ്കാലുകളെ മടക്കി കണ്ണുനീരോടെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. അരമണിക്കൂർ തികയുന്നതിന് മുമ്പ്, ദേവദാസനെ, അരമണിക്കൂർ തികയുന്നതിന് മുമ്പ് ഡോറിൽ മുട്ടുകെട്ടു. ഞാൻ ആമേൻ പറയുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ഒരു നേഴ്സ് കിതച്ചുകൊണ്ട് നിൽക്കുക. നേഴ്സ് പറഞ്ഞു, റോസ്മേരി പ്രസവിച്ചു ഒരാൺകുഞ്ഞ്, ദൈവം തന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതെല്ലാം നന്മയാണ് കേട്ടോ. ദൈവം ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അത് ശത്രു തിന്മയായിട്ട് പ്രവർത്തിച്ചാൽ പോലും അത് നന്മയ്ക്കാക്കി മാറ്റിയ ഒരു ദൈവമായിരുന്നു ഞങ്ങളുടെ ദൈവം. ദൈവം ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതം ചെയ്തു. ആമേൻ, സ്തോത്രം. ആരോഗ്യമുള്ള, അന്ന് അവിടെ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഏറ്റവും വെയിറ്റ് കൂടിയ കുഞ്ഞ് ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞ്. ഏകദേശം 3,600 എങ്ങാണ്ടും വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. ആരോഗ്യമുള്ള ഒരു ആൺതലമുറ ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്തി. ആ കുഞ്ഞിനെ വളർത്തി. ഞാൻ ഓർക്കുകയാണ്, വൈഫ് എന്റെ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പ്രൈസലോ. എന്റെ കുഞ്ഞിന് 3 വയസ്സുണ്ടായി. നടക്കാൻ പ്രായമാകുന്ന സമയത്ത് എന്റെ ചർച്ചിലേക്ക് ഞാൻ ഇച്ചിരി നേരത്തെ പോയി കഴിഞ്ഞാൽ എന്റെ വൈഫിന്റെ കയ്യെ പിടിച്ചോണ്ട്, എന്നുവെച്ചാൽ അവന്റെ അമ്മയുടെ കയ്യെ പിടിച്ചോണ്ട് എന്റെ കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ് ചർച്ചിലേക്ക് വരും. സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്, അമ്മ കുഞ്ഞിന്റെ കയ്യെ പിടിച്ചോണ്ട് വരുന്നത് പോലെ. പക്ഷെ നേരെ തിരിച്ച് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, എന്റെ കുഞ്ഞ് ചെറുപ്രായം മുതൽ അമ്മയുടെ കയ്യെ പിടിച്ചോണ്ട് ഓരോ സ്ഥലത്തേക്ക്, സഭയിലാണെങ്കിലും സഭ, മറ്റൊരിടത്താണെങ്കിലും അവിടെ കയ്യെ പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ദൈവം ഞങ്ങൾ ഒത്തിരി സഹായിച്ചു, ഒത്തിരി അനുഗ്രഹിച്ചു. ഇപ്പോൾ എന്റെ കുഞ്ഞിന് ഇച്ചിരി പ്രായമായി, ഇപ്പോൾ +2 ആയി. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം ഞങ്ങൾ വളരെ അത്ഭുതകരമായി നടത്തുന്നു. കർത്താവ് അയക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാനും അപ്പോൾ തന്നെ സാക്ഷ്യം പറയുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ അടുത്ത മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഞാൻ ആന്ധ്രയിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്, എന്റെ മോന് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൻ ചെയ്തു വെക്കും. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് അത്ര വലിയ പ്രയാസമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ളത് എന്റെ വൈഫിന്റെ കണ്ണിനെ കാഴ്ചയില്ല എന്നുള്ളത് മാത്രമാണ്. എങ്കിലും ദൈവം ആരോഗ്യം തന്നു കേട്ടോ. ദൈവം തലയിലെ മുടി തിരിച്ചത് മടക്കി തന്നു. ദൈവം ശരീരത്തിന് ആവശ്യമായ ആരോഗ്യവും ബലവും തിരിച്ചു തരുവാനിടയായി. കണ്ണിന് ഇപ്പോഴും കാഴ്ചയില്ലെങ്കിലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ, മുമ്പിലിരിക്കുന്നവരെ വെളിപ്പാട്ടിൽ കണ്ട് ദൂത് പറയാനുള്ള ദൈവകൃപ കൂടി എന്റെ ഭാര്യയുടെ പേര് ദൈവം പകർന്നിട്ടുണ്ട്. ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അനവധി ദൈവങ്ങളുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാതുണ്ടെങ്കിലും കേൾക്കാത്ത, കൈയുണ്ടെങ്കിലും സ്പർശിക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്ത, സംസാരിക്കാത്ത, പ്രവർത്തിക്കാത്ത ഒത്തിരി ദൈവങ്ങളുള്ളപ്പോൾ ഞങ്ങൾ അതിന്റെ ആരാധിച്ച ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന മണ്ടത്തരമല്ല, പോഷത്വമല്ല. പെന്തക്കോസ്തി വന്നത്, പ്രാർത്ഥനയ്ക്കായി വന്നത്, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയത് അത് മണ്ടത്തരമല്ല. സത്യ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. ഒന്നുകൂടി ഞാൻ പറയാതെ ഞാൻ വിടുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതിരുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പ്രൈസ്. ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ആ 18ാമത്തെ വയസ്സിലാണ് ഞാൻ 10ാം ക്ലാസ് എഴുതുന്നത്. അപ്പോൾ എന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതയോ. പ്രൈസോ. സ്തോത്രം. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് നേരെ ബൈബിൾ കോളേജിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ഞാൻ പോവാൻ.
കർത്താവ് ദൈവം പ്രത്യേക കൃപ തന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുക മാത്രമല്ല, സ്തോത്രം, സ്തോത്രം, ആദ്യം മലയാളത്തി മീഡിയത്തിൽ ചേർന്നെങ്കിലും പിന്നീട് ഉപരിപഠനത്തിലേക്ക് കടക്കുവാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരുവാനായിട്ടാണ്. ദൈവം തന്നതല്ലാതെ മറ്റും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് അനവധി ദീർഘവർഷങ്ങൾ വാടക മുറിയിൽ അവിടെയും ഇവിടെയും താമസിച്ച അലഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ഒരു കൊച്ചു വീടാണെങ്കിൽ, ഒരു കുഞ്ഞു വീട് ദൈവം ഞങ്ങൾക്ക് ദാനമായി സ്വന്തമായിട്ട് തന്നു. അവിടെ ഞങ്ങൾ പാർത്ത് കർത്താവിന്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വൈഫിന്റെ പേര് റോസ്മേരി, എന്റെ കുഞ്ഞിന്റെ പേര് കെനസ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചാനലില് ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഉള്ള അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. വളരെ സന്തോഷം എനിക്കുണ്ട്. അതിന് മുഖാന്തരമായി മാറിയ പ്രിയ ഷൈനി ആന്റിയോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഇതിനകത്ത് ഇങ്ങനെ പരിചയപ്പെടുത്തിയ പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം ചെയ്ത് എന്റെ അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം കാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അവസാനം വരെ നടത്താൻ വിശ്വസ്തനായ ദൈവം. താങ്ക് യു പാസ്റ്ററെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു ഈ സാക്ഷ്യത്തിന് വിളിക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സ് ചിന്തിച്ചു പോയി. അങ്ങനെ ആക്ച്വലി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പാസ്റ്റർ. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്നല്ല. ആക്ച്വലി ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ മറ്റൊരു സ്ഥലത്ത് ഞാൻ കടന്നു വന്നതാണ്. അവിടെ ഞാൻ ഇവിടെ സമയം ഇങ്ങനെ വേർതിരിച്ച് ഞാനിങ്ങനെ കാരണം പ്രേക്ഷകർ ചോദിക്കും, റോസ്മേരി സിസ്റ്ററെ കാണേണ്ടതായിരുന്നല്ലോ, രണ്ട് വാക്കുകൾ കേൾക്കേണ്ടതായിരുന്നല്ലോ. നമുക്കൊരു അവസരം ഉണ്ടാക്കണം പാസ്റ്ററെ, സിസ്റ്ററുടെ അനുഭവങ്ങൾ കൂടെ കേൾക്കണം. കാരണം അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി അല്ലേ, അസാധാരണ ദൈവപ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ ദൈവം ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. അനേകരുടെ വിശ്വാസം വർദ്ധിക്കും. പ്രത്യേകിച്ചും രോഗികളായി കിടക്കുന്നവരുണ്ടാകാം, രോഗം നിമിത്തം നിരാശപ്പെടുന്നവരുണ്ടാകാം. നമ്മെ അവൻ സ്ക്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉടച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മളിലെ ആ നല്ലതിനെ പുറത്തു കൊണ്ടുവരാനാണ്. മുന്തിരി ചക്കിലിട്ടില്ലെങ്കിൽ വീഞ്ഞ് വെളി വരത്തില്ല അല്ലേ, അതിന്റെ രസം വെളി വരത്തില്ല. എങ്കിലേ അത് വീഞ്ഞാകത്തുള്ളൂ, എങ്കിലേ അത് സന്തോഷമാകത്തുള്ളൂ. അപ്പോൾ ഉടയ്ക്കുന്നത്, തകർക്കുന്നത്, ഒലിവിൻ്റെ ഒലിവ് പ്രസ് എന്ന് പറയും. ഒലിവിൻ്റെ ആ ഇടിക്കുന്ന ഒലിവ് പ്രസ്സിൻ്റെ അകത്ത് ഇടുമ്പോഴാണ് എണ്ണ വെളി വരുന്നത്. അപ്പം അഭിഷേകം പുറത്തു വരണമെങ്കിൽ ചിലപ്പോൾ നല്ല ഇടി കൊള്ളണം. ഇതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതൊന്നും നമ്മളെ തകർക്കാനല്ല. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും, ദൈവകൃപ വർദ്ധിപ്പിക്കും, അനേകരെ നമ്മെ അനുഗ്രഹമാക്കി നിർത്തും. അതാണ് പ്രിയ ആന്റണി പാസ്റ്റർ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേൾക്കുവാനിടയെത്തുന്നത്. പാസ്റ്റർ, ഇതൊക്കെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളാണെങ്കിലും ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും മറക്കാനാവാത്ത അങ്ങനെയുള്ള അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ അസാധാരണമാകുന്ന ദൈവിക ഇടപെടലുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സമയം പോയെന്ന് പാസ്റ്റർ ചിന്തിക്കേണ്ട, എനിക്ക് സമയമുണ്ട്. പാസ്റ്റർ തിരക്കിലാണെന്നറിയാം, എന്നാലും ഒരു 2-3 മിനിറ്റ് കൊണ്ട് എടുക്കാം പാസ്റ്റർക്ക്. കാരണം പ്രേക്ഷകർക്ക് നഷ്ടമാകാതിരിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ പുറത്തെ കണ്ണിന്റെ കാഴ്ച ഇല്ലെങ്കിലും ദൈവം അകക്കണ്ണ് തുറന്നിട്ട് മുമ്പിലിരിക്കുന്നവരെ വെളിപ്പാടിൽ കണ്ട് ദൂത് പറയാനുള്ള കൃപ ദൈവം എന്റെ ഭാര്യയുടെ മേൽ പകർന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് എന്റെ ഭാര്യയുടെ അടുക്കലും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കാറുമുണ്ട്, അതുപോലെ തന്നെ വരാറുമുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ഈ കാഴ്ചയില്ലാത്ത ഭാര്യയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ട്രാക്ട് കൊടുക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ചില വീടുകളിൽ ചിലര് പറയും, ആദ്യം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കും, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ വേറെ ചിലരുണ്ട്, സഹതാപത്തോടെ ഞങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ട് വീടുകളിൽ. അങ്ങനെ സഹതാപത്തോടെ പിടിച്ചിരുത്തിയ കുടുംബങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സ്പോട്ടിൽ ദൈവരോഗിയുടെ സൗഖ്യമാക്കിയ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദൈവം അത്ഭുതകരമായിട്ട്
ദൈവം ഒത്തിരി എന്നുവെച്ചാൽ ചെറിയ ചെറിയ രോഗങ്ങളല്ല, അല്ലാതെയുള്ള അനവധി രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കുന്നത് കാണാനുള്ള ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവം അത്ഭുതകരമായി ദൈവം നടത്തിയിട്ടുണ്ട്. ഞാന് ഒരിക്കലും ഇവിടെ തിരുവല്ലയാണ് അടുത്ത മല്ലപ്പള്ളി അപ്പുറത്ത് ഒരു കൺവെൻഷന് സാക്ഷ്യം പറയുവാൻ വേണ്ടിയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞ ശേഷമായിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ അടുക്കൽ ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടി കടന്നു. ഞാൻ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയ സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സഹോദരൻ ഒരു സഹോദരി അവര് രണ്ടുപേരും എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങളെ അറിയാമോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല. ഇവരോട് പറഞ്ഞു ഞങ്ങളെ അറിയാൻ സാധ്യതയില്ല, പക്ഷെ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നത്. കാരണം അവര് പറഞ്ഞത് എങ്ങനെയാണ്, ഒരു വർഷം മുമ്പ് പാസ്റ്റർ ഇവിടെ ഒരു കൺവെൻഷനിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നു, സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ കുടുംബജീവനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പേപ്പേഴ്സ് വർക്കുകളും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങള് പാസ്റ്റർ സാക്ഷ്യം കേട്ട അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു, ഡിവോഴ്സ് വേണ്ട തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ കടന്നു വന്നു, ജ്ഞാനപ്പെട്ടു. ഞങ്ങൾ ഈ സഭയിൽ ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ അത് മാത്രമല്ല, നിയമപരമായി ഡിവോഴ്സായി പോയ കുടുംബ ജീവിതങ്ങൾ ഒരുമിച്ച് ചേരുന്നത് കാണുവാനുള്ള ദൈവകൃപയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയില് കൂടുതൽ ആ ഭാഗത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നുള്ള ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടോ. ഞാൻ അവിടെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു, വാസൻ ഞങ്ങളിപ്പോൾ വളരെ സന്തോഷമാണ്, എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് തല്ലുമായിരുന്നു, പക്ഷെ പാസ് വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോ തല്ലാൻ പറ്റുന്നില്ല. എന്നോട് ആ സഹോദരി പറഞ്ഞു, പാസ ഈ മനുഷ്യൻ ഇപ്പൊ ശരിയായിരുന്നു ഇപ്പോഴാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കഷ്ടത ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ഒരു എനർജിയാണ് നമുക്ക് അതിൽ കൂടി എനിക്ക് ലഭിക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിഞ്ഞ ആക്ച്വലി ഞാൻ ഒരു ചർച്ചയിലേക്ക് തൊട്ടുള്ളൂ. അതിനു മുമ്പ് ഒത്തിരി സഭകളിൽ ഞാൻ ഇങ്ങനെ മാറി പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ശുശ്രൂഷകളൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ മാറി യാത്ര ചെയ്ത വ്യക്തിയാണ്. എന്നാൽ സ്തോത്രം, ലാസ്റ്റ് ഏകദേശം 10 വർഷത്തോളം ഒരിടത്ത് തന്നെ നിൽക്കുവാനും അവിടെ കർത്താവിന്റെ പേരെയോടുള്ള ബന്ധത്തിലായിരിക്കാനും ദൈവകൃപ ചെയ്തു. പക്ഷെ ഇപ്പോൾ അനവധി പ്രവർത്തനങ്ങൾ എനിക്കുണ്ട്. ഈ പറഞ്ഞ പോലെ കർണാടകയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഇപ്പോൾ 5 വർഷമായിട്ട് ഇസ്രായേലിലുള്ള കുറച്ച് ദൈവമക്കൾക്ക് വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഞാൻ ഓൺലൈനായിട്ട് മീറ്റിംഗ് നടത്താറുണ്ട്. രാത്രി ഇപ്പോൾ ഏകദേശം 12 മുതൽ 2 മണി വരെയാണ്. എല്ലാ മാസവും 3 ഉപവാസ പ്രാർത്ഥന, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ പരസ്യയോഗങ്ങൾ, പുറത്ത മീറ്റിംഗ് ശുശ്രൂഷകൾ, അതുപോലെ തന്നെ പലയിടങ്ങളിൽ ബൈബിൾ ക്ലാസ്സുകളായിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയല്ല, അല്ലാത്തവർക്ക് വേണ്ടി അവരെ നേടാൻ വേണ്ടിയുള്ള ക്രമീകരണം. ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സഭയുടെ ശുശ്രൂഷയില്ല. കൂത്താട്ടോട് തന്നെ എന്റെ മാതൃസഭയോടുള്ള ബന്ധത്തിൽ ആരാധിക്കുകയും മീറ്റിംഗ് ഉള്ളപ്പോൾ ഞാൻ പുറത്ത് പോവുകയും ഞായറാഴ്ച മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ ആ സഭയിൽ ഞങ്ങൾ കൂടി വന്ന് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ ദൈവദാസനും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നന്ദിയോടെ ആ ദൈവദാസനെയും ഞങ്ങൾ ഓർക്കുന്നു. താങ്ക് യു പാസ്റ്ററെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, പ്രത്യേകിച്ചും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിത തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ. പാസ്റ്റർ പ്രത്യേകിച്ച് പറഞ്ഞു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുള്ള അനേകം പാസ്റ്റർ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം പാസ്റ്റർ, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം വേർപിരിയുന്ന ഭർത്താവിനെയോ ഭാര്യയോ കളഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവമുള്ള ഒരു രീതിയുള്ള സമയമാണ് നമ്മുടെ സമയം. ഭാര്യയുടെ അനാരോഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ അങ്ങ് ഡിവോഴ്സിൽ ചെന്ന് തീരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചെറുപ്പക്കാരുടെ ഇടയിലല്ല, കല്യാണം ഇപ്പം കഴിഞ്ഞവരുടെ ഇടയിലല്ല, 10, 25, 30 വർഷം കല്യാണം കഴിഞ്ഞ് ജീവിച്ചവർ മധ്യവയസ്കരൊക്കെ ആകുമ്പോൾ ഡിവോഴ്സിന് വേണ്ടി പോകുന്നു. ഒരുപക്ഷെ
സൗന്ദര്യമൊക്കെ കുറയുമ്പോൾ, ആരോഗ്യം കുറയുമ്പോൾ പിന്നെ ആളിനെ വേണ്ട. വളരെ സ്വാർത്ഥമായൊരു ലോകമാണ്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിലാണ് പാസ്റ്റർ സാക്ഷ്യം പാസ്റ്റർ പറഞ്ഞത്. 19-ാമത്തെ വയസ്സിൽ ഭാര്യ രോഗിയായിത്തീരുന്നു, കിടപ്പ് രോഗിയായിത്തീരുന്നു, അടുത്ത 1 വർഷം മുഴുവൻ പരിചരിക്കേണ്ടി വരുന്നു. എന്നാലും കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം അത് ചെയ്യുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. പിന്നെയും തൻ്റെ ബലഹീനതകളിൽ കൂടെ നിന്ന് കരം പിടിച്ച് കൂടെ നടത്തി മറ്റുള്ളവരുടെ മുമ്പിലല്ലേ അങ്ങനെ ഒരു ഭാര്യയെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. എന്നാൽ അതൊന്നും വകവെക്കാതെ ദൈവം കൂട്ടിയിണക്കിയത്, ദൈവം യോജിപ്പിച്ചത്. പാസ്റ്റർ പറഞ്ഞു എനിക്ക് വ്യത്യസ്തമായതൊന്ന് വേണമെന്ന് പറഞ്ഞു. കല്യാണത്തിന് മുമ്പേ പാസ്റ്ററോട് ദൈവം ദൂതുകൾ പറഞ്ഞപ്പോൾ അതൊക്കെ സാധാരണ കേൾക്കുന്നത് വ്യത്യസ്തമായതൊന്ന് തരണം എന്ന് പറഞ്ഞു. ആ വ്യത്യസ്തമായ ദൂതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കേട്ടത്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ വിശ്വാസ ജീവിതത്തിലും 3 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ദൈവജനം പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അന്നത്തെ ആ എടുത്തുചാട്ടത്തിന്റെ ആ തീഷ്ണതയും ഞാൻ ദൈവത്തോട് എന്റെ പ്രാർത്ഥന മുറി പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവെ, ആർക്കും ചെയ്യാൻ പറ്റാത്തത് പോലെയുള്ള ചില ആത്മീക ശുശ്രൂഷകൾ എനിക്ക് ചെയ്യും. അന്നത്തെ ആ തീഷ്ണതയിൽ പറയുന്നത് ഇരുവിക്കും. അപ്പോൾ ആ സമയത്ത് അന്ന് എന്റെ പ്രാർത്ഥന മുറി ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ നീ ചെയ്യണമെങ്കിൽ ആരും കയറാത്ത തീക്കകത്ത് നീ കയറി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു ദൈവ വ്യക്തിയില്ല. ശരിക്കും അത് ജീവിതത്തിൽ പിന്നീട് അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. പക്ഷെ ഇന്ന് എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ട്രെയിനിങ് കൂടുതലായിരിക്കും വ്യത്യസ്ത ശുശ്രൂഷ ചെയ്യണമെങ്കിൽ. അതെ അതെ അതെ, തീർച്ചയായും. കർത്താവ് സഹായിക്കട്ടെ പാസ്റ്ററെ. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി സൗഖ്യമാകുവാനും വിടുതൽ പ്രാപിപ്പാനും അനേകരുണ്ട്. ഫിലോസഫിക്കലായിട്ട് പറയാൻ പറ്റും രോഗം ജീവിതത്തിൻ്റെ ഭാഗമാണ്, സഹിക്കണം, കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അനുഭവിക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ അല്ലേ പാസ്റ്റർ? പാസ്റ്റർ അത് അനുഭവിച്ചതാണ് ജീവിതത്തിൽ. നമുക്ക് അതല്ല ശരിക്കും ആശ്വാസവാക്കെന്ന് പറയുന്നത്. കഷ്ടത ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ സഹിക്കണം എന്ന് പറയുന്നതല്ല. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാ ദിവസവും രാവിലത്തെ പ്രയറുണ്ട് പാസ്റ്റർ. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച വചനം, ഞാൻ ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള വചനമാണ് യെശയ്യാവ് 42-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല. ആ വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മത്തായി സുവിശേഷം 12-ൽ യേശുവിനെക്കുറിച്ച് മത്തായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഉദ്ധരിച്ചെന്നറിയാമോ? വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ആലയത്തിൽ വെച്ച്, സിനഗോഗിൽ വെച്ച് പരീശന്മാരെതിർത്തു. പരീശന്മാർ അവനെ കൊല്ലാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുകയാണ്, ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയത് കൊണ്ട് യേശുവിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടെന്ന്. പിന്നെ അടുത്ത വാക്യം പെടുന്നു, യേശു അതറിഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിപ്പോയി. അതായത് കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യേശു വാങ്ങിപ്പോയി. യേശു മരിക്കാനാണ് ഭൂമി വന്നത്, പക്ഷേ യേശുവിനറിയാം മരിക്കാനുള്ള സമയമായിട്ടില്ലെന്ന്. യേശു അവിടെ നിന്ന് വാങ്ങിപ്പോയി. അടുത്ത വചനം പറയുന്നു, പക്ഷേ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. എന്ന് പറഞ്ഞാൽ ആ കൊല്ലാൻ പ്ലാനിട്ട ദേശത്തു നിന്ന് യേശു ഇറങ്ങിപ്പോകുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് സൗഖ്യം വേണ്ടവർ, വിടുതൽ വേണ്ടവർ, ഈ കുരുട്ടായ അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞത്, നമ്മൾ ഹിന്ദി പറഞ്ഞത് സുഗ്ഗയ, വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ സൗഖ്യം കണ്ട ഒത്തിരി പേർ ആ സിനഗോഗ് വിട്ടെന്ന്, എന്നിട്ട് യേശുവിൻ്റെ പിന്നാലെ യേശു പോയ വഴിക്ക് പോയെന്ന്. അപ്പോൾ ആ അധ്യായത്തിൽ പറയാണ്, അവരെ എല്ലാവരെയും യേശു സൗഖ്യമാക്കി. കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് യേശു സൗഖ്യമാക്കുന്ന പരിപാടി നിർത്തിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ച വചനമാണ് കേട്ടോ പാസ്റ്ററെ. നമുക്ക് ഫിലോസഫിക്കലായിട്ടുള്ള ആൻസർ അല്ല വേണ്ടത്. കഷ്ടത ജീവിതത്തിന്റെ ഭാഗമാണ് സഹോദര, സഹിച്ചോ എന്ന ആൻസർ അല്ല വേണ്ടത്. യേശു സൗഖ്യമാക്കി. എന്നിട്ടാണ് മാത്യു പറയുന്നത്, എന്താ പറയുന്നത്, അവൻ ചതഞ്ഞ ഓടെ ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകയില്ല. എന്ന് പറഞ്ഞാൽ നീ ചതഞ്ഞ ഓടയാണോ, പുകയുന്ന തിരിയാണോ, രോഗത്താൽ ഭാരപ്പെട്ടവനാണോ, വരണ്ട കൈയുള്ളവനാണോ, രോഗിയാണോ, യേശു സൗഖ്യമാക്കും. അതാണ് പുതിയ നിയമ സന്ദേശം. അതുകൊണ്ട് ഒത്തിരി നമ്മുടെ പ്രേക്ഷകർ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, സൗഖ്യം ദൈവത്തിൻ്റെ വചനം ഉറപ്പ് നൽകുന്നു. യേശു ഇന്നും സൗഖ്യമാക്കും. അതുകൊണ്ട് പാസ്റ്റർ പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് തലവണക്കുവാൻ, തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളുടെ കർത്താവിനെ വാഴ്ത്തുന്ന കർത്താവ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്ക എന്ന ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ
ഇത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രത്യേക ഈ യൂട്യൂബ് ചാനലിൽ ഇപ്രകാരം ദൈവത്തിന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകലിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവമാനവിടത്തിൽ തലവണക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി, ദൈവിക വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനമയച്ച് ദൈവം വിടിവിക്കണമേ കർത്താവേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായ യഹോവ, എന്റെ അടിപ്പിടലുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. നസ്രായനായ യേശുവിന്റെ അടിപ്പിടലുകളിൽ വ്യാപരിക്കുന്ന ദൈവിക രോഗ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ, യേശുവിന്റെ നാമത്തിലെ ശരീരത്തിനകത്ത് വ്യാപരിക്കട്ടെ. അസ്ഥികൾ, തൊക്കുകൾ, നാഡികൾ, ഞരമ്പുകൾ, പേശികൾ, രക്തത്തിനകത്ത് ജീവിപ്പിക്കുന്ന വചനത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ചൂടാരാധന ശാന്തരാവനഗണ ഒരു പൂർണ്ണ സൗഖ്യം അനുഭവിച്ച്, ഒരു പൂർണ്ണ വിടുതൽ അനുഭവിച്ച് ദൈവം പ്രവർത്തിച്ചുവെന്ന സാക്ഷ്യം പറയത്തക്കവണ്ണ ദൈവം ഇടപെടുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ചതഞ്ഞ ഓടയെ ഞാൻ ഒഴിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ ഞാൻ കെടുത്തി കളയത്തില്ല. അവൻ പുകയുന്ന തിരിയെ ലോകം ഊതിക്കെടുത്തുമ്പോൾ ഊതി കത്തിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആരെങ്കിലും ക്ഷീണിതരായിട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കർത്താവ് അവനെ ബലപ്പെടുത്തണമേ കർത്താവേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നവന് തിരുവെടുത്ത് പറയുന്നത് പോലെ ദൈവത്തിന്റെ അമിത ബലം കൊണ്ട് ഇന്ന് പകൽ ദൈവമക്കൾ ശക്തിപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. ആരെങ്കിലും മാനസികമായി ഭാരം അനുഭവിക്കുന്നുവെങ്കിൽ, കുടുംബജീവിതത്തിൽ ആരെങ്കിലും തകർച്ചകൾ നേരിടുന്നെങ്കിൽ, ജീവിതത്തിൽ ആരെങ്കിലും അവരുടെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, അവരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തെ ബലപ്പെടുത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവദാസന്മാര് വചനം അവൻ സാക്ഷ്യം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വേളയിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ഉടയന് വേണ്ടി വീണ്ടും ഉപയോഗിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ചെറിയവരെയും വലിയവരെയും ദൈവകരങ്ങളിലേക്ക് കൈമാറി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മീക, ഭൗമിക മേഖലകളിൽ വലിയ ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തണമേ കർത്താവേ. ജീവനും ഭക്തിക്കും ആവശ്യമായത് ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാറ്റിലും ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്റെ ജനത്തെ ഈ നാടുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തുന്ന കർത്താവേ, സ്വർഗം സഹായിക്കണമേ. ലീഡ് ചെയ്ത ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തുള്ള സകല അംഗങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. മാനിക്കും മഹത്വം ദൈവം എടുക്കും. യേശു നമ്പുരാന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ കൃത്യമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ആന്റണി മാത്യു പാസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സെഷനായിരുന്നു. കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രേക്ഷകരോട് നന്ദി പറയുക. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. Thank you for watching. God bless you all.